സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ കേൾക്കാവോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതായാലും ദീർഘമായിട്ട് മൈക്കിൽ തുടരുന്നില്ല. പല ചർച്ചകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും കാര്യങ്ങളൊക്കെ ഏറ്റവും ചുരുങ്ങിയതിപ്പോ നമ്മുടെ ഓൺലൈൻ, അതുപോലെ തന്നെ ബൈലക്സ്, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ മാന്യ സുഹൃത്തുക്കൾക്ക് ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വെറുതെ പറയല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി, പിന്നെ ജുമ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ ശേഷം വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ഒരാൾ ഓടി വന്നു. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ജിഷാൻ മാഹി അല്ലേ എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്താ കേൾക്കുന്നത്? നിങ്ങൾ കേട്ട് തന്നെയാണ് ഞാനും കേട്ടേന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു, പിന്നെ ഇക്കഴിഞ്ഞ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരുപാട് മുജാഹിദുകളൊക്കെ ക്ലാസ് റൂമിലൂടെ വന്നല്ലോ, അതൊക്കെ വളരെ നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, ഏത് പരിപാടി ഇപ്പൊ മോശമായത്? അതായത് നമ്മുടെ സുഹൃത്ത് നയാബ് അജ്മൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഒരുപാട് മുജാഹിദുകൾ അതിൽ സുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വന്ന സംഭവമായിരുന്നു അദ്ദേഹം പരാമർശിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് സംഗതിയാണ് ഇപ്പൊ പ്രശ്നമായത്? എന്നാലും ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെടേണ്ടിയിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ് ഇടപെട്ടത്? അപ്പൊ എല്ലാവരും പറയുന്ന വിഷയം തന്നെ, നമ്മുടെ സംഘടന. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം വണ്ടിയുടെ പുറത്തായിരുന്നു, അതുവരെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ് സംഘടന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സ്നേഹം അത് ലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ്. ആ അള്ളാഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇല്ലാത്തൊരു സ്നേഹം അത് ഏത് സംഘടനയോടാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സംഗതി ഇത് ഞാൻ വെറുതെ പറയല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സമ്മതമില്ലാതെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വെറുതെ പറയില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പ്രവർത്തകന്മാർക്ക്, ഏറെക്കുറെ എല്ലാ ആളുകൾക്കും ഇത് ബാത്തിലാണെന്നറിയാം. പക്ഷേ സംഘടനയുടെ കെട്ടുറപ്പിന് വേണ്ടി നമ്മൾ മൗനം പാലിച്ചുടേന്നില്ല. ഞാൻ അദ്ദേഹത്തോട് അന്നേരം ചോദിച്ചു, നിങ്ങളെ പേരെന്താന്ന് വെച്ചു. ശബ്ദം കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോ ഏതായാലും ഇവിടെയുള്ള കുറെ സംഘടനാ ഭാരവാഹികള് അന്ന് ഇവിടെ സാധാരണ AP പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയാണത്. കാരണം ഇവിടെ അപ്പള്ളി ജുമസ്കാരം കഴിഞ്ഞു നോക്കിയാൽ പിന്നെ AP വിഭാഗത്തിലെ ആളുകളെ പള്ളിയിൽ ഏറെക്കുറെ കാണും. അപ്പൊ ഇയാളും ഞാനും സംസാരിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ പറയുന്ന സംഘടനാ നേതാക്കന്മാരും അതുപോലെ തന്നെ പ്രവർത്തകന്മാരും ഇങ്ങനെ കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട്, ഇയാൾ എന്താണ് ഈ പറയുന്നത്. അപ്പൊ ഇതിൽക്കൊക്കെ ഇത്തിരി ബേജാറുണ്ട്. കാരണം വെച്ചാല് ഞാനുമായിട്ട് വല്ലവരും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങ് പോരല, അവർ ഈ മുടിക്കെട്ടുന്ന അൽജിതിങ് പോരും. ആ ബേജാറ് ഇവർക്ക് നന്നായിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. അപ്പൊ ചുരുക്കി പറയട്ടെ, ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അയാൾ എന്നോട് ഇന്ന പേര് പറഞ്ഞു. അതോടെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അയാൾ പറഞ്ഞു, 4 മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു 5ാമത്തെ ഒരു നല്ല മൊഞ്ചുള്ള ഒരു കുഞ്ഞനെ നിങ്ങൾക്ക് കൊണ്ടെത്തുന്ന ചെയ്യും, ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അതെങ്ങനെയാ സ്വീകരിക്കുക? ഞാൻ പറഞ്ഞു, കുട്ടി നല്ല കുട്ടിയാണ്. അപ്പം പറഞ്ഞു, അതെങ്ങനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ, അപ്പോ അത് നിങ്ങൾക്ക് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നബി തങ്ങളുടേതല്ലാത്തൊരു കാര്യം കൊണ്ടുവന്നിട്ട്, അത് ഈ പറയുന്ന അലാമക്കലിയൊന്നല്ല, യാതൊരു വിധ തർക്കത്തിനും ഇടയില്ലാത്ത വിധം സ്ഥിരപ്പെട്ടിട്ട് ഒരു നിലക്കും, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, അൽഹംദുലില്ലാ നമ്മൾ പണിയെടുക്കുന്ന പണിക്ക് മുതലുണ്ട്. ഈ മുടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ഇതിന്റെ ഏറ്റവും വലിയ ഒരു ആളുമായിരുന്ന ആളെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതിന്റെ സമയവും സാഹചര്യം വരുന്ന സമയത്ത്
മെനിഞ്ഞാന്ന് ഞാനുമായി നടത്തിയ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ജാലിയവാല ആള് ഫാസിഖ് തന്നെ. മൂപ്പർക്കിപ്പോ ഏതായാലും മാറ്റങ്ങളുണ്ട്. ജാലിയവാല ഫാസിഖ് ആണെന്നുള്ളതിൽ മൂപ്പർക്ക് തർക്കമില്ല. എന്നാലും അദ്ദേഹത്തിന്റെ അടുത്ത് മുടി ഒറിജിനൽ ആയിരിക്കൂലേ എന്നാണ് ചോദ്യം. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണല്ലോ, ഘട്ടം ഘട്ടമായിട്ടാണല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. അത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ മദ്യപിച്ചിട്ട് നിസ്കാരത്തിലേക്ക് നിങ്ങൾ കടക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതിനുശേഷമാണ് ആയത്തിറങ്ങിയത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ. അപ്പൊ ഓരോ ഘട്ടം, അപ്പൊ ആളുകൾക്ക് മാറ്റം തുടങ്ങിയിട്ടുണ്ട്. മഹാനും വലിയും കുത്തുബുമൊക്കെ ആയ ജാലിയവാല. അപ്പോ ഒരു മുജാഹിദിന്റെ വലിയ നേതാവ് എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് എന്നോട് ചോദിച്ചു, ഇന്റെ ഒരു വെല്ലുവിളി ഇങ്ങനെ കേട്ടല്ലോ, ഇങ്ങനത്തെ വെല്ലുവിളിയൊക്കെ വിളിച്ചിട്ട് വെറുതെ അലമ്പാവണോന്ന്. ഞാൻ ചോദിച്ചു, എന്താ വെല്ലുവിളി? എല്ലാ ജാലിയവാലയെ കൊണ്ട് ഫാത്തിഹയുടെ പകുതിയെങ്കിലും ഓദിപ്പിക്കാൻ പറ്റുമോ നിന്റെ ഒരു വെല്ലുവിളി കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, അത് ഉറക്കത്തിൽ വെല്ലുവിളിച്ചല്ല, ഉണർവിൽ തന്നെ വെല്ലുവിളിച്ചതാണ്. ഒരു കാര്യം ചെയ്തോ, വെല്ലുവിളി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ, നിങ്ങൾ ഓദിച്ചോ. ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലയെ കൊണ്ട് ഫാത്തിഹയുടെ പകുതിയെങ്കിലും നിങ്ങൾക്ക് ഓദിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓദിപ്പിക്ക്. അപ്പൊ ചോദിച്ചു, എനിക്ക് അത്രയും ഉറപ്പാ? ഞാൻ പറഞ്ഞു, മൗലവി എനിക്ക് അത്രയും ഉറപ്പാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, വെറുതെ പറയാം. വെറുതെ ഞാൻ പറയില്ലല്ലോ. വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഫാത്തിഹ ഓടാൻ വെല്ലുവിളിച്ചിട്ടാരെങ്കിലും നാണം കിടും. അപ്പൊ അത്രയും ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാനത് പറഞ്ഞത്. അപ്പോ ആ നിലവാരത്തിലേക്ക് ആളുകളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇതോടനുബന്ധിച്ച് ഒരു 1-2 ചെറിയ സൂചനകൾ കൂടി ഞാൻ പറയാണ്. എല്ലാം തുറന്നു പറയേണ്ട സമയം ആയിട്ടില്ല. തുറന്നു പറയുന്ന സമയത്ത് ഇതുവരെ കേരളത്തിൽ ഈ മുടിക്ക് എതിരാരായിരുന്നു സുഹൃത്തുക്കളെ സംസാരിച്ചിരുന്നത്? നിങ്ങളൊന്ന് അടുക്കി. കേരളത്തിൽ മുടിക്കെതിരെ ഈ പറയുന്ന വ്യാജ മുടിക്കെതിരെ ആരാണ് സംസാരിച്ചിരുന്നത് ഇതുവരെ? അല്ലേ, അതിൽ തർക്കമൊന്നുമില്ലല്ലോ. എന്നാൽ കേരളത്തിൽ ആദ്യമായി കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇൻഷാ അല്ലാഹ് വരുന്ന 10 ദിവസത്തിനുള്ളിൽ ഈ വ്യാജമുടിക്കെതിരെ പരസ്യമായിട്ട് ഒരു പൊതുയോഗം കേരളത്തിൽ സംഘടിപ്പിക്കാൻ പോകുന്നു. കോഴിക്കോട് ജില്ലയിൽ തടയാൻ പറ്റുന്ന ആളുകളുടെ തടയും, തടയാൻ പറ്റുന്ന ആൺകുട്ടികളുടെ തടയും. അതിന്റെ ഭാരവാഹികൾ എന്നോട് ചോദിച്ചു, ബൈലക്സിൽ ലൈവ് കൊടുക്കാൻ വല്ലതും നിങ്ങൾ സഹായിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു നോക്കാം. ഞാൻ SKSF മെമ്പറോ അല്ലെങ്കിൽ KICRന്റെ അഡ്മിനോ ഒന്നുമല്ല. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചോദിച്ചു നോക്കാം, നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ലൈവ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കൂടാരത്തിനുള്ളിലുള്ള ആളുകൾ തന്നെ ഈ പരിപാടിയുമായിട്ട് രംഗത്ത് പരസ്യമായിട്ട് ഇറങ്ങുകയാണ്. നിങ്ങളാരെയാ? എന്നിട്ട് എനിക്ക് സഹതാപം തോന്നി. എന്റെ പ്രിയപ്പെട്ട പേരോട് ഉസ്താദ്, അങ്ങനെ ഉണ്ടല്ല, മനുഷ്യന്മാർ അലമ്പാകുന്നതിനൊരു പരിധിയിൽ ഇങ്ങനൊക്കെ പറയാം. കണ്ണൂരുള്ള പ്രസംഗം കേട്ടപ്പോൾ ഞാനിങ്ങനെ നെഞ്ഞിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഇതാരാണ് പറ്റിക്കുന്നത്? പേരോട് ഉസ്താദിന് ആരാണ് ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത്? കാരണം പറയാ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു പണ്ഡിതൻ ചെരുപ്പിന്റെ രൂപം, റസൂലുള്ളാഹിയുടെ ചെരുപ്പിന്റെ രൂപം ഉണ്ടാക്കിയില്ലേ? ആയിക്കോട്ടെ, അത് പറയേണ്ട ആരോടാ? നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് ഷാറ് മുബാറക്ക് എന്ന് പറഞ്ഞ് കൊടുത്ത വെള്ളത്തിന്റെ കുപ്പി ചുംബിച്ചിട്ട് ജോലിക്ക് പോയ ഒരാളാണ് ഞാൻ എന്റെ സീഡിയിൽ പരാമർശിച്ചിരുന്നു. നിങ്ങൾ കേട്ടിരുന്നോ? ഷാറ് മുബാറക്ക് ഒഴിച്ച വെള്ളത്തിന്റെ കുപ്പി ചുംബിച്ചിട്ട് ജോലിക്ക് പോയ ഒരാളാണ് ഞാൻ. ഇത് ഞങ്ങളോട് പറയേണ്ട വർത്താന? നബി തങ്ങളുമായി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കേൾക്കുന്ന എന്തിനേയും ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളാ. പക്ഷേ അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാ പറയട്ടെ, അള്ളാഹിന്റെ റസൂലിന്റെ ഷാറ് മുബാറക്ക് കിട്ടാൻ ഭാഗ്യം കിട്ടാത്തത് കൊണ്ട് അതുപോലുള്ള ഒരു മുടി ജാലിയവാലയെടുത്ത് വാങ്ങിയെന്ന് ഇവര് പറയട്ടെ. വിഷയം ഖിയാസാക്കുന്നതിനും വേണ്ട ഒരു കണക്ക്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്താ? അതിനാരും എതിർത്തില്ല. കണ്ണീർ ഉസ്താദ് എതിർത്തില്ല, EK ഉസ്താദ് എതിർത്തില്ല. എന്തിനാ എതിർക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് എന്നാണോ പറഞ്ഞത്? നബി തങ്ങൾ ചവിട്ടിയ ചെരുപ്പ് എന്നാണോ പറഞ്ഞത്? അല്ല. പണ്ഡിത ലോകം, ഉലമാക്കൾ, ആലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ രൂപം ഏത് നിലക്കാണോ പഠിപ്പിച്ചിട്ടുള്ളത്
ആ രൂപത്തിലൊരാൾ വരച്ചപ്പോ അതിനെ ബഹുമാനിച്ചു. അതിലൂടെ ഈ വിഷയം വരുന്നത് അതാണോ ഏറ്റവും ചുരുങ്ങുന്നത്? നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് തന്നെ ഇങ്ങനെയും പറഞ്ഞൂടെ? ജാലിയവാല എന്ന് പറയുന്ന ഒരാൾ ഇത് നബിയുടെ തിരുകേശമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്? കൊടുത്ത ജാലിയവാലയ്ക്ക് ഒരു ഉറപ്പില്ല. വാങ്ങി ഇവർക്കാണത് ഷാർ മുബാറക്കാണ് ഖത്തറിയായിട്ട് പറയാൻ, ഖത്തർ മുറിച്ചു പറയാനുള്ള ധൈര്യം. നല്ല ചങ്കുറപ്പന്നെ, നല്ല ചങ്കുറപ്പന്നെ ഇവിടെ കാര്യം. എന്നിട്ട് അടുത്തൊരു ചോദ്യം, മക്കയുടെയും മദീനയുടെയും ഫോട്ടോ നിങ്ങളുടെ വീടുകളിൽ, നമ്മുടെ വീടുകളിൽ വെക്കാറില്ലേ? ഇത് കണ്ണൂർ പ്രസംഗിക്കുന്നതിന്റെ 3 ആഴ്ച മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. നിങ്ങൾ കണ്ടോ ഇല്ലെന്നറിയില്ല. ഈ ചോദ്യം ഫേസ്ബുക്കിലൂടെ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അതെവിടെയാ പോയി തറയ്ക്കുന്നത്? മക്കയുടെയും മദീനയുടെയും ഫോട്ടോ നമ്മൾ വെക്കാറില്ല? വെക്കാറുണ്ട്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു മസ്ജിദുൽ ആസാർ എന്ന് പറയുന്ന ഒരു പള്ളി, ആ പള്ളി എവിടെ ഉണ്ടാക്കുന്ന സ്ഥലം പോലും ഇപ്പം മനസ്സിലായിട്ടില്ല. ആ പള്ളി എടുക്കുന്ന ഭൂമി പോലും ഇപ്പൊ ആർക്കും തിരിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ ഫോട്ടോ പല ആളുകളും പ്രൊഫൈലായിട്ടും അതുപോലെ തന്നെ ഫ്രെയിമുകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരുത്തരും ഇങ്ങനെ ബഹുമാനിച്ച് ആദരിച്ച് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അഹമ്മദ് ഖദ്രിജിയും ഈ പറയുന്ന ജാലിയവാലയുടെയും കയ്യിലുള്ള നീളം കൂടിയ മുടിക്കെട്ടുകൾ, അതിന്റെ ഫോട്ടോ ഞാൻ ചോദിക്കട്ടെ, പള്ളിന്റെ കല്ലുകൊണ്ടുണ്ടാക്കിയ ഫോട്ടോ നിങ്ങൾ ആദരവ് പൂർവ്വം നിങ്ങളെ ചുമരുന്നിന്റെ മേലെയും ഓഫീസിന്റെ മേലെയും തൂക്കിയിടുന്നുണ്ടെങ്കിൽ, സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന ജാലിയവാലയുടെ നീളം കൂടിയ അഹമ്മദ് ഖദ്രിജിയുടെ നീളം കൂടിയ ആ മുടിക്കെട്ടുകൾ, അത് ഫോട്ടോ എടുത്തിട്ട് എന്തുകൊണ്ട് ഇന്നേവരെ ഈ മുടിയുടെ ശ്രോതാക്കളും അതുപോലെ തന്നെ പിന്നെ പ്രചാരകരുമായ ആളുകൾക്ക് ഈ മുടിക്കെട്ടുകളുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീടുകളിൽ എന്തുകൊണ്ട് സൂക്ഷിക്കാൻ കഴിയുന്നില്ല? ചങ്കൂറ്റമുള്ള ആളുകളുണ്ടോ? ആ ഫ്രെയിം ചെയ്യുന്നതിന്റെ പൈസ തരാം. എന്നിട്ട് ഇതാരോടാ മക്കളെ കളിക്കുന്നത്? ഉള്ളിൽ ഒരൊറ്റ ഒരുത്തിന് വിശ്വാസമില്ല. നമ്മളെ പാവപ്പെട്ട പുത്തനത്താണിക്കാരൻ പിന്നെ അതുകൂടി പരാമർശിക്കാം. ഞാൻ നടത്തിയ ചർച്ചയുണ്ടല്ലോ, നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചോ ഇല്ലെന്നറിയില്ല. മിനിഞ്ഞാന്ന് നടത്തിയ സലാം ബാക്കവിയും പയ്യോളി ബാക്കവിയും തമ്മിലുള്ള 2 ബാക്കവിമാർ നടത്തില്ലേ ചർച്ചകളൊക്കെ കേട്ട് ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. അതില് ആ ബാബാമീര എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞ വാചകങ്ങൾ കേട്ടോ. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ കയ്യിലുള്ള ആ കാറുകള് മൂപ്പർക്കറിയിൽ തിരികേശമല്ല, അതുകൊണ്ടാണ് ആധാറാക്കിയത്. ഇതൊക്കെ ബാബാമീര കുറെ കൂടെ കിടന്നല്ലേ, കൂടെ ഒന്നാക്കി ഇരുന്നതല്ലേ, കൂടെ ഒന്നാക്കി നമ്മൾ സംസാരിച്ചതല്ലേ. നമുക്കറിഞ്ഞൂടെ നിങ്ങൾക്ക് നിലപാടെന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചില്ല ആ പോയിന്റ്? അത് ആരെങ്കിലും ആ ഭാഗം ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അയാൾ സംസാരത്തിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്, കാന്തപുര ഉസ്താദിന്റെ കയ്യിലുള്ള ആ കാറുകള് ശരിയാണ്, ഫസൂൽ മുയിനുണ്ട്, ഉണ്ട്, അതുപോലെ തന്നെ മുഗ്നിയുണ്ട്, നിഹായുണ്ട്, അതുപോലെ തന്നെ ബുഖാരിയുണ്ട്, മുസ്ലിമുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളൊക്കെ ആസാറുകളാണല്ലോ. അപ്പൊ ആ നിലയ്ക്ക് കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ ഒരുപാട് ആസാറുകളുണ്ട്, തർക്കമൊന്നുമില്ല. സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചോ മോനെ, ഇതാർക്ക് വേണ്ടിയിട്ടായി നാടകം? ആർക്ക് വേണ്ടിയിട്ടാണ് നാടകം? എന്നിട്ട് ഇത് പറയുന്ന നമ്മൾ ഭ്രാന്തനല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ആൺകുട്ടികളുണ്ടെങ്കിൽ അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ കാബത്തിന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, നല്ലത്, അൽഹംദുലില്ലാ. റൗള ശരീഫിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. അത് രണ്ടും കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതിന്റെ ഒരു ചിത്രം, ഒരു രൂപം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തൂക്കിയെങ്കിൽ ഞാൻ ചോദിക്കുന്നു, അഷ്റഫുൽ ഖൽഖി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദേശമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ അഹമ്മദ് ഖദ്രിജി പുറത്തുവിട്ട ആ മുടിക്കെട്ടിന്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ എന്തുകൊണ്ട് ഫ്രെയിം ചെയ്ത് വെക്കുന്നില്ല? വെക്ക്. ഓരോ SSFകാരനും നാളെ വെക്ക്. ഓരോ SSFകാരന്റെയും പ്രൊഫൈൽ ചിത്രമാക്കി വെക്ക്. എന്നിട്ട് മതി ബാക്കി വർത്താനം. എന്നിട്ട് ഇത്രയും വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ചലനങ്ങൾ നല്ലോണമുണ്ട്. അദ്ദേഹം മാന്യ സുഹൃത്ത്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം അധികരിച്ചു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. മാന്യനായ മറ്റൊരു നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം എന്റെ പേര് പുറത്തു പറയരുത്, എന്റെ സ്ഥലം പുറത്തു പറയരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മാന്യനായ കാന്തപുരം വിഭാഗം അതിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ വിഷയം പറയും, പേര് പറയണ്ട. അദ്ദേഹം ഈ CD കണ്ട് അദ്ദേഹം ഈ വിഷയം വിട്ടു, മുടി വിട്ടു.
മുടി വിട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ നേതാവിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല, ഇരിക്കട്ടെ, നേതാവിന്റെ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം മാസം തോറും എല്ലാ മാസവും ഒരു വലിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഞാൻ കൊടുക്കുന്നതിന്റെ കണക്ക് ജിഷാനെ നീ പറയരുത് എന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ വാക്ക് മാനിക്കുന്നു. അതെ, ഞാൻ ഏതായാലും അറിയുന്ന ആളുകളൊക്കെ ഇതുണ്ടല്ലേ. അപ്പോ ആ സുഹൃത്ത് ഒരു ഗൾഫിലെ ശരാശരി മലയാളിക്ക് നമ്മളെ മാസം ഇവിടുന്ന് വരുമാനം കിട്ടുന്നതിനേക്കാൾ പൈസ അദ്ദേഹം ഈ വലിയ നേതാവിന്റെ സ്ഥാപനത്തിലേക്ക് കൊടുത്തിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ, പറയുന്ന വിഷയം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ റിസീവർ വന്നപ്പോ, മാസം തോറുള്ള വരിസംഖ്യ തിരിക്കാനുള്ള റിസീവർ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളുണ്ട്, എന്നോട് ചോദിക്കണ്ട ഇന്ന സ്ഥാപനമാണോ ഇന്ന നേതാവാണോ എന്ന് ആലോചിക്കട്ടെ, ഞാൻ ആളെ പേരും പറയുന്നില്ല, സ്ഥാപനത്തിന്റെ പേരും പറയില്ല, ഇരിക്കട്ടെ. അങ്ങനെ റിസീവർ വന്നപ്പോ ഇയാൾ പറഞ്ഞു, ഞാൻ പൈസ തരൂലെന്ന്. എന്തേ കാരണം? എനിക്ക് ചില സംശയങ്ങളുണ്ട് ഈ മുടിയുടെ വിഷയത്തിൽ. അത് വേണ്ടല്ലോ, ജിഷാൻ മാഹിയുടെ CD ഇറങ്ങിയതിന് ശേഷം ഇതിന് ആധികാരികമായി ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് എന്റെ സംശയങ്ങൾ തീരുന്നതുവരെ ഞാൻ തൽക്കാലം പൈസ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിറ്റേന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സ്ഥാപനത്തിന്റെ നേതാവ് നാട്ടിൽ നിന്ന് ഇയാളെ ഫോൺ വിളിച്ചിട്ട് ആരും ഞെട്ടണ്ട, ഗൾഫുകാരൻ നാട്ടിലേക്ക് വിളിച്ചല്ല, നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് 2 മണിക്കൂർ. ആരും കേട്ടോ? 2 മണിക്കൂർ നാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ കേട്ടോ ഗൾഫിലേക്ക് ഫോൺ വിളിച്ച്? 2 മണിക്കൂർ നാട്ടിൽ നിന്ന് ഫോൺ ചെയ്തു. ഫോൺ ചെയ്തിട്ട് മുഖദ്ദിമ ജിഷാന്റെ ഫിത്ന, ജിഷാൻ മാഹിയുടെ ഫിത്ന, ഗീബത്ത്, നമീമത്ത്, അതൊക്കെയാണ് മുഖദ്ദിമ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മദ്ഹ്. ആരും ഇന്ന ആളാണെന്ന് എന്നോട് ചോദിക്കണ്ട കേട്ടോ, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഊഹം, ഇന്നൽ ഹഖ് ഷൈഅ, ഊഹം വേണ്ട. അതുകൊണ്ട് വിഷയം നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. നമ്മൾ ആളെ പേരും സ്ഥാപനമൊക്കെ ഞാൻ മൂപ്പര് തന്നെ പറയട്ടെ, മൂപ്പര് സമ്മതം തരുന്ന സമയത്ത് അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോ വിളിച്ചിട്ട് പിന്നെ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ ഈമാനുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അയാൾ ഈമാൻ എന്താണ്? അദ്ദേഹം മാസം കൊടുക്കുന്ന 10,000 ആ വലിയ എമൗണ്ട്, ഞാൻ പറയുന്നില്ല എത്രയാ കൊടുക്കുന്ന എമൗണ്ട്, വലിയ എമൗണ്ട്, നിങ്ങൾ കേട്ടാൻ കിട്ടും, അത്രയും വലിയ എമൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരാശരി മലയാളി ഗൾഫിൽ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ അദ്ദേഹം ഇവിടെ നിന്ന് മാസം സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി. ഏതായാലും അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്തും ഇനിയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അദ്ദേഹത്തിന് ചിലവഴിക്കാനും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല അതൊക്കെ തീർത്തു കൊടുക്കുമാറാകട്ടെ. ഇത്തരം ആളുകൾ ദീനിനെ സഹായിക്കണം. ഇനിസ്തൻസറുക്കും ഫിദ്ദീനി ഫഅലൈക്കും അൻ-നസ്ർ, ദീനി കാര്യത്തിൽ നിങ്ങൾ സഹായം ചോദിച്ചാൽ സഹായിക്കണം അള്ളാന്റെ ഖുർആൻ പറഞ്ഞു. അപ്പോ പറഞ്ഞു വന്ന വിഷയം, അപ്പൊ 2 മണിക്കൂർ സംസാരിച്ചപ്പോ നല്ല രസം കേട്ടോ. ഇയാൾ എന്നോട് പറഞ്ഞു, പിന്നെ ജിഷാനെ, ഞാനൊരു ചോദ്യം ചോദിക്കുന്ന ശൈലിയിൽ ഉസ്താദിനോട് ചോദിച്ചിട്ട് അവസാനം അതൊരു വാദപ്രതിവാദത്തിന്റെ കോലമായി പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ നിങ്ങൾ കേൾക്കണേ, ഒരു ഷാർ മുബാറക്കിന്റെ പാത്രത്തിലേക്ക് നമ്മൾ തലവെച്ചപ്പോ എന്ത് ചെയ്ത് നമ്മുടെ തലയിൽ നിന്ന് ഒരു 3 മുടിയങ്ങ് വീണു. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് ഇയാൾ ചോദ്യം. അപ്പൊ ഈ ബഹുമാനപ്പെട്ട നേതാവിന്റെ മറുപടി കേൾക്കുന്നുണ്ടോ? വിളിച്ചു. എന്തിനാ വിളിച്ചേ? ആദ്യം ചോദിച്ച ചോദ്യം കേൾക്കാത്തോണ്ടല്ല ചോദിച്ചത്. ഇതിന്റെ ഉത്തരം എന്തെങ്കിലും പറയണ്ടേ? ഇതിന്റെ ഉത്തരം എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണ്ടേ? അപ്പൊ 2ാമത് ചോദ്യം ആവർത്തിച്ചു. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞേ, എന്താ പറഞ്ഞേ? അങ്ങനെയുണ്ടല്ലോ. 2ാമത് ആവർത്തിച്ചു, വെറുതെ പറയില്ല. അദ്ദേഹം പറഞ്ഞു 3 വട്ടം അദ്ദേഹത്തെ കൊണ്ട് ചോദ്യം ആവർത്തിപ്പിച്ചു. 3 വട്ടം ചോദ്യം ആവർത്തിപ്പിച്ചിട്ട് പറഞ്ഞു, അത് നമ്മൾ എന്ത് ചെയ്യണോ? ആ വീണ 3 മുടിയടക്കം മുഴുവൻ മുടികളും ഷെയർ മുബാറക്കായിട്ട് കണക്കാക്കണോ? എന്റെ മറുപടി ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. വീണ 3 മുടികളടക്കം കിടക്കുന്ന വീണ 3 മുടികളടക്കം മുഴുവൻ മുടികളും നമ്മൾ ഷെയർ മുബാറക്കായിട്ട് കണക്കാക്കണം. എന്റെ മക്കളെ, നിങ്ങൾ ഈ ഗതികേട് എപ്പം മുതലാ വന്നത്? ഞാൻ സത്യം പറഞ്ഞ് കേട്ടിട്ട് കരച്ചിൽ വന്നു. ഞാൻ നേതാവിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ആ നേതാവിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും. കാരണം ഈയൊരു തോതിലുള്ള മറുപടി പറയാം. എന്നിട്ട്
എന്നിട്ട് അദ്ദേഹത്തിനെ കുറെ സമാധാനിപ്പിച്ചു. ജിഷാന്റെ പേരിൽ കുറെ പച്ച നുണകൾ തട്ടിവിട്ടു. അതൊക്കെ ഏതായാലും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാ ജിഷാനെ, ഈ മുടി വിഷയം ചിലപ്പോ ക്ലിയറായ ചിലപ്പോ എനിക്ക് ഇവരോടുള്ള വെറുപ്പ് തീരൂല, അല്ല എനിക്ക് ഇവരോടുള്ള വെറുപ്പൊക്കെ തീർന്നു, ചിലപ്പോ ഇനി ഓരോ കൂടെ ചിലപ്പോ കൂടും. പക്ഷേ ഇനിയിപ്പോ ഇവര് ഈ മുടി തന്നെ വിട്ടാലും ഈ ആയിരക്കണക്കിന് കളവ് പറയുന്ന ഈ മനുഷ്യന്മാരെ കൂടെ ഞാനിനി പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ കേൾക്കണം, ആയിരക്കണക്കിന് കളവുകൾ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പോലും പാച്ച നുണ എന്തൊക്കെ ഇപ്പൊ തട്ടിവിടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെ ഇപ്പൊ പറഞ്ഞാൽ തീരൂല, അത്രമാത്രം ഉണ്ട് പറയാൻ. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, പിന്നെ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തോട് പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ പേരും പറയരുത്, ഉസ്താദിന്റെ പേരും പറയരുത്, നിങ്ങൾ വിഷയം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞോ, അത് പറയേണ്ട സമയത്ത് നമുക്ക് പറയാം, തൽക്കാലം ഇപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞോ എന്ന് അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ നേതാവിന്റെയും ആ മാന്യ വ്യക്തിയുടെയും പേര് ഇപ്പം തൽക്കാലം പരസ്യമായി പറയാം. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പൊ ഈ കഥ നല്ല രസമുണ്ട്, നല്ല രസം. കഥയുടെ കിടപ്പാടല്ല, നാട്ടിലുള്ള എന്റെ മറ്റൊരു സജീവമായ ഒരു പ്രവർത്തകൻ, അദ്ദേഹം പിന്നെ റിയാലുകളും അതുപോലെ തന്നെ സാമ്പത്തികമായി ഷെയ്ഖും അതുപോലെ തന്നെ വലിയ ആളൊന്നുമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കഥ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിഷാനെ ഇന്ത്യയുടെ കൂടിയപ്പോ ഞാനും വസുവാസായി എന്ന് ഈ നേതാവിന് നന്നായിട്ട് അറിയാലോ. നിങ്ങൾ കേൾക്കണം, ശരിക്കും കേൾക്കണേ, സൗണ്ട് ക്ലിയറല്ലേ? ജിഷാനെ ഈ വിഷയം നിന്റെ കൂടെ കൂടിയത് മുതൽ ഞാൻ ഈ മുടി വിഷയത്തിൽ എതിരാണെന്ന് ഇതേ നേതാവിന് നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ട് നാട്ടിൽ നിന്ന് ₹1 വിളിച്ചാൽ, നാട്ടിൽ നിന്ന് ലോക്കൽ കോൾ വിളിച്ചാലോ, എന്നിട്ട് എന്റെ സംശയം തീർത്തു തരാൻ ഈ നേതാവ് ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന്. എന്താ കാരണം? അയാൾ എന്നെ മറുപടി പറഞ്ഞു, ഇത് മറ്റേയാളെ ഈമാൻ തെറ്റിപ്പോന്ന പേടിയൊന്നല്ല, മറ്റേയാളെ ഈമാൻ തെറ്റിപ്പോന്ന പേടിയുണ്ടെന്നല്ല. കാരണം മാസം കിട്ടുന്ന ഈ വലിയ എമൗണ്ട് ഉണ്ടല്ലോ, അതങ്ങ് പോവും. മറ്റേ എത്ര പ്രവർത്തകന്മാരുണ്ട്? വെറുതെ പറഞ്ഞല്ല, ഇതൊക്കെ ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെയല്ലേ മറ്റന്നാൾ, നിങ്ങൾ ഡേറ്റ് ചോദിക്കില്ല. ഈ പറയുന്ന സാക്ഷിയെയും ഈ പറയുന്ന ആദ്യം പറഞ്ഞ ആ വ്യക്തിയെയും രണ്ടാമത് പറഞ്ഞ വ്യക്തിയും ഒക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തരെയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവർക്കൊക്കെ വല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിലേ എന്നാ പിന്നെ എല്ലാ പ്രവർത്തകന്മാരോടും കാണിക്കണ്ടേ. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാർ, നിങ്ങൾക്കൊന്നും അഭിമാനമില്ലേ? ഇപ്പൊ SKSSFന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ഓരോ മൂലയിലും പരിപാടി വെക്കുന്നു. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ കാന്തപുര ഉസ്താദിന് അഭിമാനം ഉള്ളതുകൊണ്ട് മൂപ്പര് പൂനൂരിൽ പരിപാടി വെച്ചു. കാന്തപുര ഉസ്താദിന് അഭിമാനം ഉള്ളതുകൊണ്ട് മൂപ്പര് പൂനൂര് എന്താ പറയണ്ടേ ഒരു സമാധാനത്തിന്റെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. പൊന്മ ഉസ്താദിന്റെ സമാധാനത്തിന് വേണ്ടി മലപ്പുറം ജില്ലയിലും ഒരു പരിപാടി സംഘടിപ്പിച്ചു. പിന്നെ ഏതായാലും കുറ്റ്യാടി പരിപാടി വെക്കാനൊരു ധൈര്യക്കുറവ്, അതുകൊണ്ട് പേരോടുത്ത പറഞ്ഞാൽ നമുക്ക് കണ്ണൂർ ഒന്ന് വെക്കാം, അതുകൊണ്ട് കണ്ണൂർ ഒന്ന് കൊണ്ടാക്കാം. ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ള SSFന്റെ കുട്ടികളെ നിങ്ങൾക്കൊന്നും ആത്മാഭിമാനമില്ലേ? വെക്ക് പരിപാടി. കുറ്റ്യാടി എന്നിട്ട് വെക്കൂന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്, വെക്കണം, എല്ലായിടത്തും വെക്കണം, എല്ലായിടത്തും വെച്ചിട്ട് ഈ വിഷയത്തിന് അക്കയിട്ട് മറുപടി ഇറക്കണം. ഞാൻ ചോദിക്കുന്നത് പോലെ മെനിഞ്ഞാന് കുറെ ദിവസങ്ങളായിട്ട് 4ാം സ്ഥാനത്തിലേക്കും 5ാം സ്ഥാനത്തിലേക്കും കടുത്ത മത്സരം അബൂബക്കർ നസാഫ് മൗലവിയുടെ ഈ പറയുന്ന മടവൂർ റൂമുമായി കടുത്ത മത്സരം നടത്തിയിരുന്ന എന്റെ പഴയ തറവാട്, എന്റെ പഴയ തറവാട് SG. ആ SGക്ക് ഞാൻ ചോദിക്കട്ടെ, ഞാൻ വളരെ വിനിയോർവം, അതിൽ പങ്കെടുത്ത വ്യക്തികളൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല, അതിന് എന്റെ മാന്യ സുഹൃത്തായ പജോളി സാധാരണ ഒന്ന് അതിരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും വിഷയത്തിന്റെ കിടപ്പിലേക്കല്ല. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഖുർആൻ ഒഴിച്ചിട്ടുള്ള മുഅ്ജിസത്തുകൾ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ബഹുമാനത്തിന് ഒരു കുറവും ഞാനിപ്പോ പറയുന്നില്ല. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഇന്നും ജീവിച്ചിരിപ്പില്ലേ? പൊന്മള ഉസ്താദ് ആ വിഷയത്തിൽ ഒരു വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് എന്തിനീ ക്ലാസ് റൂം ഇറങ്ങി? പൊന്മള ഉസ്താദ് ജീവിച്ചിരിക്കുന്ന ഒരാൾ, മരണപ്പെട്ടു വരും നമുക്ക് പറയാം, വ്യാഖ്യാനിക്കേണ്ടി വരും. ജീവനോടുള്ള പൊന്മള ഉസ്താദ് ഇന്ന് ഉണ്ടായിരിക്കെ, അതിന്റെ സംഘടന ഉണ്ടായിരിക്കെ എന്തിനീ ക്ലാസ് റൂം ഇറങ്ങി? പറയണ മറുപടി.
ആരെ ഏൽപ്പിച്ചു നിങ്ങളാ? നിങ്ങൾ ആരെ ഏൽപ്പിച്ചത്? പെൺമള ഉസ്താദ് പറഞ്ഞു. ഇത് പറയാൻ ഞാൻ ഇന്നും പെൺമള ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. പൊന്മള ഉസ്താദിന്റെ അറിവോടുകൂടിയല്ല ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. എന്നാ പൊന്മള ഉസ്താദിനെ കൊണ്ടല്ലേ നിങ്ങൾ പറയിപ്പിക്കേണ്ടത്? പൊന്മള ഉസ്താദിനെ കൊണ്ടായിരുന്നില്ലേ നിങ്ങൾ പറയിപ്പിക്കേണ്ടത്? അതൊന്നല്ല, എന്തെങ്കിലും ഒരു ചർച്ച വേണമല്ലോ. എന്തെങ്കിലും ഒരു ചർച്ച വെച്ച് തൽക്കാലം കുറച്ച് ആളുകൾ കൂടണം. കുറച്ച് ആളുകൾ കൂടാൻ വേണ്ടിയിട്ട് എന്ത് വേണോ? കാരണം ആ പാവപ്പെട്ട കേൾവിക്കാരൻ മൂപ്പർക്ക് പിന്നെ കേൾക്കാനുള്ള യോഗ്യമില്ല, മൂപ്പർക്ക് കാഴ്ചക്കാരനാവാനുള്ള യോഗ്യമില്ല. മൂപ്പരിങ്ങനെ കേൾവിക്കാരനായിട്ട് ഇങ്ങനെ നിന്നിട്ട് കുറെ മുട്ടി വെക്കിട്ടൊന്നും ആളെ കിട്ടുന്നില്ല. അപ്പൊ ആളെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിഷയം വേണം. ആ വിഷയത്തിൽ ഈ പാവപ്പെട്ട ഞാൻ തന്നെ കുടുങ്ങി. മറുഭാഗത്ത് എന്തായാലും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ, നിങ്ങൾക്ക് 600 ഐഡിയ ആക്കാനും അവിടെ കിട്ടിയത് ഇരിക്കട്ടെ. ഏതായാലും പിന്നെ നമ്മൾ പിന്നെ എന്റെ പ്രൊഫൈലിന് നിങ്ങൾ ലൈക്ക് ചെയ്യൂ, എന്റെ പ്രൊഫൈലിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ, കമന്റ് അടിക്കൂ എന്നൊക്കെ കരയുന്ന ശീലം നമുക്ക് വണ്ടില്ല. അതുകൊണ്ട് ഇപ്പോ ഇല്ല. അതുകൊണ്ട് നമ്മൾ നിങ്ങളാരും ലൈക്കും അടിക്കണ്ട, കമന്റും അടിക്കണ്ട, ഒന്നും അടിക്കണ്ട. ഒരാൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു സ്വീകരണ പരിപാടി എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു പടച്ചോന്റെ കോടതിയിൽ രക്ഷപ്പെട്ടിട്ട് അള്ളാന്റെ ജന്നാത്തിൻ നഈമിൽ സ്വർഗത്തിലെ ഒരു സ്വീകരണം കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കുന്നു. എന്തിനു സ്വീകരണം? ആർക്ക് സ്വീകരണം? നമുക്ക് സ്വീകരണം ഒന്നും വേണ്ട. കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കട്ടെ. എന്നിട്ട് ഈ പറയുന്ന അതുകൊണ്ട് കുറെ കാലയിലെ കേൾക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് കാഴ്ചക്കാരനാവാൻ നോക്കണം എന്നാണ് ആ മാന്യ സുഹൃത്തിനോട് പറയാനുള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബപരമായ ചില വിഷയങ്ങൾ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു ആദർശത്തെ ആദർശം കൊണ്ട് നേരിടണം. അപ്പൊ ഞാൻ പറയുന്നു ഫേസ്ബുക്കിൽ വായിച്ചു, ആരോ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എല്ലാ കേൾവിക്കാരൻ നിങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ആഴ്ചകൾക്ക് മുമ്പ് ഒരു സീഡിയുമായി ഇറക്കി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ ആദർശം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അയാളെ മാനസിക രോഗിയായി. അന്ന് ഇയാൾക്ക് ഈ ആദർശം ഉണ്ടായിരുന്നില്ലേ? സ്വന്തം കാര്യം വരുന്ന സമയത്താണ് ആദർശം കൊണ്ട് നേരിടുന്നത്. അവരുറങ്ങിയതല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറെ കാലയിൽ കേൾക്കാൻ തുടങ്ങി. ഇനി ഐഡിയ ഒന്ന് മാറ്റിയിട്ട് കാഴ്ചക്കാരൻ എന്നുള്ള ഐഡിയ ആക്കണം. കേൾവിക്കാരനായിട്ട് കുറച്ച് നിങ്ങൾ കാഴ്ചക്കാരനാണ്. കുറെ കേൾക്കുന്നു, വെറും കേട്ടാ പോരെ, കുറച്ച് കാണണം കാര്യങ്ങളൊക്കെ. ഇനി അറിയില്ലെങ്കിൽ മൻ സമത്തങ്ങൾ പറഞ്ഞു അറിയാത്തവൻ മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു. അറിയില്ലെങ്കിൽ വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിനക്കറിയാത്ത കാര്യങ്ങൾ ഇനി പറയണ്ട. നിനക്ക് അറിയാത്ത കാര്യം അറിയുന്നത് പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിലേക്കും കടക്കുന്നില്ല. അപ്പൊ മാന്യ സഹോദരന്മാരോട് പറഞ്ഞു വരുന്ന വിഷയം, ഇത് കാര്യങ്ങൾ വെളിപ്പെടേണ്ട ആളുകൾക്കൊക്കെ വെളിപ്പെട്ട് മനസ്സിലായിട്ടുണ്ട്, ഉൾക്കൊള്ളേണ്ട ആളുകൾക്ക് ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. ഏതാനും ദിവസങ്ങൾക്കകം പരസ്യമായിട്ട് തന്നെ ശാന്തപുരം വിഭാഗത്തിലുള്ള ഒരു കൂട്ടം ഊർജ്ജസ്വലരായ യുവാക്കന്മാർ കേരളത്തിൽ ആദ്യമായി ഈ വ്യാജമുടിക്കെതിരെ സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ അവര് പരസ്യമായിട്ട് പരിപാടി സംഘടിപ്പിക്കുകയാണ്. അവര് എന്നെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സഹായങ്ങളും അവർക്ക് ഈ വിഷയത്തിൽ കൊടുക്കും എന്നറിയിക്കുന്നു. കാരണം അങ്ങനെ ആയിരിക്കണം. നമ്മളെ സ്നേഹം അല്ലദീനാമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒന്നാമത്തെ സ്നേഹം അള്ളാഹിനോട്. അള്ളാഹ് സ്നേഹിക്കുക, അള്ളാഹ് വെറുക്കുക. അവിടെയാണ് അതിന്റെ പോയിന്റ്. ഇതെന്ത് ചോദിച്ചാലും ഒരു സംഘടന, എന്തോ ഒരു സംഘടന, എന്ത് സംഘടനയോടോ. എന്നിട്ട് ഇനിയിപ്പോ നാളെ പറയും ഈശാൻ മാഹി പച്ച ഇറച്ചിയെന്ന്. നിങ്ങൾ ആരും നോട്ട് ചെയ്യണേ, ഞാൻ ഏതെങ്കിലും ഒരാൾ ഇറച്ചി ഇപ്പൊ തിന്നോ? ഇവര് കാര്യങ്ങൾ പറയുന്നത് എനിക്ക് പച്ച ഇറച്ചിയാണ്. എന്നെപ്പറ്റി പച്ച തോന്നിവാസം ഇവര് പ്രചരിപ്പിക്കുമോ അത് വേവിച്ചിറച്ചി. ഞാൻ ഉള്ള ചില കാര്യങ്ങള് അതിന്റെ പോയിന്റുകൾ പറയുന്ന സമയത്ത് പച്ചിറച്ചി, എന്നെപ്പറ്റി ഇവര് തോന്നിവാസങ്ങൾ പച്ചയായിട്ട് എഴുതുന്ന സമയത്ത് അത് വേവിച്ചിറച്ചി, കുക്കറിലിട്ട് വേവിച്ചിറച്ചി അല്ലെ. ഉളുപ്പ് ഇല്ലത്തെ സഹി ഭസ്നമാക്കി കുറച്ച് കുളുപ്പാണ്. ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ പരിപാടിയിൽ മധ്യസ്ഥനായ വ്യക്തി പോലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം സൂക്ഷിക്കുന്നു. കാരണം അയാൾക്ക് എന്നറിയാം
അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കാണെന്ന് പറഞ്ഞ് പഠിച്ചോനെ ഞാൻ ഇതിനെന്റെ ആക്രം പോകണം മൂപ്പർ പറഞ്ഞു. കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ ആ സാറുകള് എന്തിനാ മോനെ ധൈര്യത്തിൽ പററോ മർക്കത്തിലുള്ള മുടി, ആ മുടി ആരുടെ ഉടമസ്ഥനാണോ ആ ഉടമസ്ഥൻ എന്റെ ഹബീബായ ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികളുടെ പറയട്ടെ. ഏതായാലും ബാവാമീല് പറയില്ല, മൂപ്പര് പറയില്ല എന്ന് എനിക്ക് ഉറപ്പാ. കാരണം മൂപ്പര് എന്നോട് മുമ്പ് എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയാലോ. പിന്നെ അതുകൊണ്ട് അതൊന്നും വെറുതെ പറയിപ്പിക്കണ്ട. പിന്നെ എന്താ പറയണ്ടേ, ഏതായാലും പിന്നെ ചില ആളുകൾക്ക് എന്ത് വേണോ ഇപ്പോഴും പറയണം, ഞാൻ പൊന്മള ഉസ്താദിന്റെ ആളാണ്, ഞാൻ പേരോട് ഉസ്താദിന്റെ ആളാണ്. അപ്പൊ എന്ത് വേണോ, അപ്പോ കഴിഞ്ഞ 3 കൊല്ലമായി മുടിക്കെതിരെ പിന്നെ രാവും പകലും ഇഹ്റാം കെട്ടിയ ആളുകള് ഇപ്പൊ ഈ വിഷയം പുറത്തായ സമയത്ത് ഷഹർ മുബാറക്ക് സിന്ദാബാദ്, ഷഹർ മുബാറക്ക് സിന്ദാബാദ്. എന്താ വേണ്ടത്? കാരണം ഇപ്പം അന്വേഷിച്ചപ്പെടണം. ഓൻ നമ്മളെ ആൾ തന്നെയാണ്. ഇഷാമാഹി കുലുങ്ങിയിട്ടും നമ്മളെ ഉസ്താദുമാർ ഓൻ വിട്ടിട്ടില്ല. പേര് പറയണല്ലോ. സൗദിയിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില സാധനങ്ങളുണ്ട്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. സൗദി അറേബ്യയിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഏതായാലും പിന്നെ ആ പേര് പറയാൻ മാത്രമുള്ള പേരൊന്നുമില്ല, അതുകൊണ്ട് പേര് പറഞ്ഞ് വലുതാക്കുന്നില്ല. പണ്ട് മറ്റേ കണ്ണൂരിൽ നിന്ന് മറ്റേ ബഹുമാനപ്പെട്ട പേരെടുത്ത പറഞ്ഞല്ലോ ബദിരീങ്ങളെ പേരൊന്നുമില്ല. അതുകൊണ്ട് ബദിരീങ്ങളെ പേര് അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ആ പേര് വലുതാക്കുന്നില്ല. അതുകൊണ്ട് വിനയപൂർവ്വം ഞാൻ ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാകുന്ന എന്റെ ഉസ്താദിനോട് വളരെ വിനയപൂർവ്വം തന്നെ പറയാം. ആളുകളുടെ ഇടയിൽ ഉള്ള മതിപ്പ് പോക്കരുത്, ഉള്ള മതിപ്പ് നിങ്ങൾ പോക്കരുത്. എന്നിട്ട് അഹങ്കാരം കൂടി. ആർക്കാണ് അഹങ്കാരം കൂടിയത്? ഈ പറയുന്ന ക്ലിപ്പുകളും സീഡികളും ഇറങ്ങിയാൽ അത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം കുലുങ്ങില്ല എന്ന് പറഞ്ഞത് ആരാ? ഞാൻ ചോദിച്ചു. ഈ CD സത്യം പറഞ്ഞ CD ഇറങ്ങിയ കോഴിക്കോട് SKSന്റെ പരിപാടിയിൽ ഒന്നാമത്തെ ദിവസം പിന്നെ അല്ല അന്ന് കോഴിക്കോട് ഏതേലും പിന്നെ ഗുജറാത്തി ഹാൾ എന്തായിരുന്നു ഹാളിന്റെ പേര്? CD ഇറങ്ങിയ സമയത്ത് ഞാൻ വിളിച്ചിരുന്നു. പിന്നെ അതെ ഗുജറാത്തി ഹാൾ. ഞാൻ ചോദിച്ചു ഉസ്താദ് ഇങ്ങനെ CD ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ രാമന്തള്ളി കൊണ്ടുപോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു പിന്നെ അത് ഇറങ്ങുന്ന സീഡികളൊക്കെ ഇറങ്ങിക്കോട്ടെ, ഇങ്ങാട് അനങ്ങാണ്ടെന്നോ അത് സംഘടന അതുകൊണ്ടൊന്നും കുലുങ്ങൂല. ഞാൻ ചോദിക്കട്ടെ, ഒന്നുമല്ലാത്ത സമസ്ത മുഷാവറയിൽ പോയിട്ട് ഏതെങ്കിലും കേരളത്തിൽ സംഘടനയിൽ പിന്നെ ഒന്നുമല്ലാത്ത ഒരു എന്താ പറയണ്ടേ, നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ ജാഹിലാണ്. ഇരിക്കട്ടെ, ഞാൻ ജാഹിൽ തന്നെ. ഈ ജാഹിലായ ഞാനൊരു 2 മണിക്കൂർ CD ഇറക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ഇത്ര ബേജാറാകാനുള്ളത്, ഇത്രമാത്രം ബേജാറാകാനുള്ളത് എന്താണ്? കഴിഞ്ഞ 2.5 കൊല്ലം മൗനം, കഴിഞ്ഞ 2-2.5 വർഷങ്ങൾ മൗനമായിട്ടിരുന്നില്ലേ? ഇനി മൗനമായിട്ടിരിക്കും. മൗനമായിട്ട് ഇനി ഇരിക്കണം. എന്ത് ചോദിച്ചാലും മൗനം സിന്ദാബാദ്. ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയണം മൗനം സിന്ദാബാദ്. മക്കളെ ആടി ഒലയുന്നുണ്ട്. ആര് പറഞ്ഞു? വിളിക്കുന്ന ഫോണിന് കണക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഉള്ള പറഞ്ഞാലേ ആർക്കും വെറുപ്പൊന്നും തോന്നണ്ട. എനിക്ക് സേവ് ചെയ്ത നമ്പർ ഞാൻ പരമാവധി എടുക്കുള്ളൂ. പട്ടാമ്പിയിൽ നിന്നും അതുപോലെ തന്നെ മണ്ണാർക്കാട് നിന്നും അതുപോലെ തന്നെ മറ്റുള്ള പല ആളുകളും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞുതരാം. നമ്മുടെ കൂട്ടത്തിലുള്ള ഇപ്പോഴും മറുഭാഗത്തുള്ള വളരെ സജീവമായി പിന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സഖാഫി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇഷാനെ പിന്നെ നീ വിഷയം ഒക്കെ പറഞ്ഞിട്ടും എന്നോടൊരു വെറുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ SKSന്റെ റൂമിൽ നീ മൈക്കെടുത്തത് തീരെ ശരിയായില്ലെന്ന്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തത്, നിങ്ങൾ മലബാറിൽ എനിക്ക് മൈക്ക് നിങ്ങൾ വായിക്കാം. SKSന്റെ റൂമിൽ പോയിട്ട് എനിക്ക് പറയണം നിർബന്ധമൊന്നുമില്ല. സുന്നി ഗ്ലോബൽ വോയിസ് ധൈര്യം കൂടിയിട്ട് ഇപ്പം എന്നെ ബാൻ ലെറ്റിയാണ്. അവിടെ ധൈര്യം കൂടുതലുള്ളത് കൊണ്ട് അവർ ബാൻ ലിസ്റ്റിലിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ചില ആൾക്ക് ധൈര്യം കൂടുമ്പോൾ അങ്ങനെയാണ്. പണ്ട് അബൂ ഇസ്ലാം മൗലവി എങ്ങനെയായിരുന്നു കാണിച്ചത്? ധൈര്യം കൂടിയപ്പം ബാനിലിട്ടു. അതുകൊണ്ട് ആൺകുട്ടികളാണ് തുറന്ന്. ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികൾ ഈ പറയുന്ന സുന്നി ഗ്ലോബൽ വോയിസിൽ റൂമിലുണ്ടെങ്കിൽ നിങ്ങൾ മെഞ്ഞാൻ ഈ പറയുന്ന പയ്യോലി ഉസ്താദുമായിട്ട് ഈ സലാം ഡോക്ടറി നടത്തിയതുപോലെ മുഅ്ജിസത്തിനെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഒരു സംവാദം നടത്തിയതുപോലെ ആൺകുട്ടികളുണ്ടെങ്കിൽ ജാരിയവാലിയുടെ മുടികളെ സംബന്ധിച്ച് ഒരു സംവാദം നടത്താൻ നട്ടലുള്ള ആളുകളുടെ പറ. എന്റെ നമ്പർ എല്ലാവരും ഉണ്ടല്ലോ, നമ്പർ ഏതായാലും ഉണ്ടാവില്ലേ? മറന്നിട്ടില്ലാതെ വിളിച്ചോ, ഇൻഷാല്ലാ ഡേറ്റ് അറിയിച്ചോ. ഇനി വ്യവസ്ഥയിൽ തന്നെ ജാലിയവാല കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള മുടികൾ അത് ജാലിയവാലയുടെ മുടികൾ അത് തിരികേശമല്ല, അത് വ്യാജകേശമാണ്. അതാണ് എന്റെ വാക്ക്. അത് ഗണ്ണിക്കാൻ ആൺകുട്ടികളുണ്ട്. അപ്പുറം നിങ്ങൾ വാ തുറക്ക്, എന്നിട്ട് പരിപാടിയാണ്. എന്റെ
നിങ്ങൾക്ക് മോചിതത്തിന്റെ വിഷയം മാത്രം മതിയോ? വേണ്ടേ? ഷാർ മുബാറക്കിന്റെ വിഷയം വേണ്ടേ? ഷാർ മുബാറക്കിന്റെ വിഷയങ്ങൾക്ക് ചർച്ച ചെയ്യണ്ടേ? അതൊക്കെ തന്റെ ഇടയിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണോ? നിങ്ങൾ അതുപോലൊരു പരിപാടി അവിടെ നടത്തും. എന്നിട്ട് നിങ്ങൾ തന്റെ അടുത്തും കാണിക്കും. എന്നിട്ട് മുടി നമ്മൾ പറയൂല, മുടി നമ്മൾ പറയൂല. കാരണം നമുക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ അറിയാം ഇത് ഒറിജിനൽ അല്ല. പിന്നെന്താ? പിന്നെ 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 പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പിന്നെ നമ്മൾ കുറച്ച് ദിവസം മൈക്കെടുക്കാതെ വന്നാല് ജിഷാൻ മനം മാറി. ഞാൻ ആലോചിച്ച പ്രശ്നമേ, ഇത്രയും ബുദ്ധിയില്ലാത്ത ചില ആളുകളുണ്ടോ? ഞാൻ പറയാം, ഞാൻ ഒരു സംഘടനയിലും ആളല്ല എന്ന് ഇരിക്കെ തന്നെ പറയാം. ഫേസ്ബുക്കിൽ ചില നിങ്ങൾ ആലോചിക്കണം. ഈ സുപ്രഭാതം പത്രം, ഏതായാലും ഞാൻ അതിന്റെ ഈ സംഘടനാപരമായ വിഷയമോ അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള കാര്യങ്ങളെ ഒരു ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം. സുപ്രഭാതം പത്രം നവംബറിൽ ഇറങ്ങും. നവംബർ എപ്പോൾ ആദ്യം ഇറങ്ങും എന്ന് പറഞ്ഞാൽ നവംബർ 1 ഏതാ ഡേറ്റ്? ഞാൻ ഡേറ്റ് ഇങ്ങനത്തെ കാര്യം ഏതേലും അതെ ആ നവംബറിൽ ഇറക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് നവംബർ 1 അതെ നവംബർ. അപ്പൊ ഓരോരുത്തരുടെ കമന്റ്, ഇന്ന് സൂര്യൻ ഉദിച്ചില്ലേ, ഇന്ന് ചന്ദ്രൻ അസ്തമിച്ചില്ലേ എന്നൊക്കെ ഭയങ്കര കമന്റ്. എന്നിട്ട് പറയാ ഓഗസ്റ്റ് 1 ഇനി സൂര്യൻ ഉദിക്കുമോ? അവിടെ ഒന്നാനുണ്ടോ പറയാ. ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന SKSF ഒന്നുമില്ലെങ്കിൽ ഓഗസ്റ്റ് 1 നമ്മൾ പത്രം ഇറക്കൂന്ന് പറഞ്ഞല്ലോ. ഓഗസ്റ്റ് 1 പത്രം ഇറക്കൂന്ന് പറഞ്ഞല്ലോ. നട്ടലുള്ള ആളുണ്ടോ? ഈ പറയുന്ന മസ്ജിദുൽ അസാരി വരുന്ന 5 വർഷത്തിനുള്ളിൽ അതിന്റെ പണി പോയിട്ട് ചറയെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് പറയാൻ നട്ടലുണ്ടോ? 2 കയ്യില് 2 കാലുള്ള ഒടിഞ്ഞു പൊടിഞ്ഞ് കിടക്കണം. എന്നിട്ട് മറ്റേപ്പുറമുള്ള ഒരുത്തന്റെ നഖം മുറിഞ്ഞു തന്നെയാണ് പരിഹസിക്കുന്നത്. നാണം വേണം കുറച്ചൊക്കെ. എന്നാ അനങ്ങണ്ടിരിക്കുക. സുപ്രഭാതം ഒലിച്ചിറക്കാൻ പറ്റിയില്ല. നമ്മളെ പള്ളി ആ പറഞ്ഞ ഡേറ്റിന് സുപ്രഭാതം ഒലിച്ചിറക്കാൻ പറ്റിയില്ല. നമ്മളെ പള്ളി അതിനേക്കാൾ നമ്മളെ ഡേറ്റ് പോലും അത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എന്നാൽ നമ്മളൊന്ന് അനങ്ങാണ്ടിരിക്കുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് മറ്റോന്റെ കുറ്റവും കുറവും നോക്കി അടക്കാണ്. 2 കാലുമില്ല, 2 കയ്യൂല, 1 മുതൽ ഷോൾഡർ മുതലേ ഇല്ല. ഒന്നിന് പറ്റാണ്ട് കിടക്കുന്ന ഒരു സാധനം ഇങ്ങേപ്പുറത്തുനിന്ന് വിരൽ പിന്നെ ഉൾക്കുത്തി ഒരുത്തനെ പരിഹസിക്കുന്നു. എന്തൊക്കെയാ പറയും. ഞാൻ സത്യം പറഞ്ഞാല് വായിച്ചിട്ട് ഞാൻ കുറെ ചിരിച്ചു. എന്തൊരു കൗമാണി വരിന്ന്, എന്താ ചോറാണോ തിന്നുന്നതിന് എനിക്ക് മനസ്സിലാവില്ല. ഈ പറയുന്ന മാള മെഡിക്കൽ കോളേജിന്റെ അഡ്രസ് ഇല്ല. പിന്നെ ഞാൻ പറയുന്നില്ല, ഈ പറയുന്ന കമാലി ഉണ്ടല്ലോ, ഞാൻ അറിയില്ല എന്താ ഈ എല്ലാ സാധനത്തിനും എന്റെ മുമ്പിൽ എന്താ പറിച്ചു കൊണ്ടിട്ടില്ല, എന്താണില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ കണ്ട സ്ഥലമൊന്നും പറയുന്നില്ല, ആളെ പേരും പറയുന്നില്ല. ഒരു സക്കാഫി എന്നോട് കണ്ടു. സക്കാഫി തന്നെയാണ്. ഈ സെനതില്ലാത്ത സാധനം ഒന്നും എന്റെ അടുത്ത് വരുത്തില്ല. സെനതില്ലാത്തത് ഇവരെ കൂട്ടത്തിലാണ്. ഞാനായിട്ട് ബന്ധപ്പെടുന്നതിന്റെ സെനത് ഉള്ളതാണ്. അപ്പൊ ഈ ഇറങ്ങിയ സക്കാഫി എന്നോട് ചോദിച്ചു, എല്ലാ ദിശാനും എന്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഞാനിങ്ങനെ ഇല്ലാത്ത പറയും നിങ്ങൾക്ക് തോന്നി. അല്ല, ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ കേട്ടു സംഭവം. അപ്പൊ ഈ ജാലിയവാലിന്റെ അടുത്ത് സംഭവം കിട്ടിയില്ല. ഞാൻ ജാലിയവാലിന്റെ അടുത്ത് കിട്ടിയില്ല. ഇല്ലെങ്കിൽ ഉസ്താദ് ഞാനിപ്പോ കാന്തപുരം വിഭാഗത്തിൽ എന്താ പറയണ്ടേ, എല്ലാരും ഒരു കിബിറ് പറയല്ല. അൽഹംദുലില്ലാ ഇവരെ കൂട്ടത്തിലുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധവും, ഇവരെ സംഘടനയായിട്ട് നല്ല ബന്ധവും, ഇവരെ എല്ലാവരും സ്നേഹിക്കപ്പെടുകയും എല്ലാവരും നമ്മളെ ഇങ്ങനെ എന്താ പറയണ്ടേ അത്യാവശ്യം നമ്മളായിട്ട് നല്ല ഒരു ബന്ധം നിലനിർത്തുന്ന സമയത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ട് വെറുതെ ഞാൻ വണ്ടിക്ക് തലവെക്കണോ തന്നില്ല. അപ്പൊ മുപ്പരനോട് പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എന്നൊരു കാര്യം ചെയ്യും, എന്റെ മോനൂട്ടി കാര്യങ്ങളൊന്നും ദേഹിച്ചൊന്നും പറയലാന്ന്. ഞാൻ ശാന്തി മുപ്പര് വിഷയം സംഘടനാ സെറ്റപ്പില്ലേ, നമ്മൾ ആ സംഘടനാ സെറ്റപ്പ് അങ്ങ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂലയിലായാലും നമ്മൾ സംഘടനാ സെറ്റപ്പ് പോലെ ഇഷാനെ അത് മുപ്പര് പറഞ്ഞില്ല കേട്ടോ. ഞാൻ ഇങ്ങപ്പുറം കൂട്ടിയതാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ നമ്മളങ്ങനെ ഫില്ല് ചെയ്യണല്ലോ. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു, നീ എന്താ വിചാരിച്ചത്, ഇത് മാത്രമൊന്നുമല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറയുക വിഷയം? കമാലിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് ബാങ്ക് മാനേജറുമായി ചർച്ചയ്ക്ക് ശാന്തപുരസ്താദ് എന്നെ അയച്ചിട്ടുണ്ട്. മുടി വിഷയത്തിലുള്ള തെളിവുകൾ തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് ക്ലിപ്പാക്കിയിട്ട് തീർന്നിട്ടില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഓഹോ അത് നിങ്ങളെ പറഞ്ഞത്? ഓ ഞാനാണ് ബാങ്ക് മാനേജറുമായിട്ട് ചർച്ച നടത്തിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അതിൽ പലിശ ഇടപാടൊക്കെ? എല്ലാ കുട്ടി എനിക്ക് തലച്ചോറില്ല, ഇതൊക്കെ പൊതുജനങ്ങളോട് പറയാൻ പറ്റുമോ? പലിശ ഇല്ലാണ്ട് പിന്നെ എന്തിടപാടാണ് നടത്തിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാ. അപ്പൊ മൂപ്പര് ഇങ്ങനെ ഒരു നോട്ടം നോക്കി. ഇത് കാരണം എന്റെ കാറിലിരുന്ന് സംസാരിച്ചതാണ്. കാരണം റെക്കോർഡ് ചെയ്യുമെന്നുള്ള പേടി ഉണ്ടാവും. ഏതായാലും ഉള്ള റെക്കോർഡ് തീരട്ടെ, എന്നിട്ട് പിന്നെ മറ്റുള്ള കമാരിയും അതുപോലെ തന്നെ മാളയിലൊക്കെ പോവാ. എന്നിട്ട് ഇപ്പോ
എന്നിട്ട് ഇപ്പം ജിഷാൻ ചെയ്ത കാര്യമായ തെറ്റിപ്പോ ആളുകൾ പറയുന്ന തെറ്റെന്താ, പേരോട് ഉസ്താദായ സ്വന്തം ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ ഖത്താഫിയുടെ ക്ലിപ്പാസി എന്നതാണ് പേരോട് ഉസ്താദിനോട് ഞാൻ ചെയ്തത് എന്നെ വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ളതിന് തെളിവ്. കുറ്റിപ്പുറം അറിയില്ല, പിന്നെ ഈ പറയുന്ന നൂറിനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യം. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, പിന്നെ ജാലിയവാല ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ സത്യം, 2 or 3 മുടി എന്ന് പറഞ്ഞാൽ സത്യം. അതുപോലെ തന്നെ ഉമർ കാമിലി അതിന് നേരപരിശോധന വേണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യം. അതൊക്കെ സത്യമാണ്. എനിക്ക് എന്താ മനുഷ്യന്മാരെ, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? അതുകൊണ്ട് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഉപദേശം മാത്രം പറഞ്ഞാൽ നിർത്തുക. എന്താ പറഞ്ഞേ? നിങ്ങൾ പറയുന്ന വ്യക്തിയിലേക്കല്ല നോക്കണ്ടേ, പറഞ്ഞ വിഷയത്തിലേക്കും. നിങ്ങൾ പറയുന്ന വിഷയം നോക്കിയാൽ മതി, പറയുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ നോക്കണ്ട, പറയുന്ന വിഷയത്തിലേക്ക് നോക്കിയാൽ മതി. അപ്പോ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് അപ്പൊ മൂപ്പർ എന്നോട് അല്ല പറഞ്ഞു വന്ന വിഷയം ഈ സക്കാത്ത് എന്നോട് പറഞ്ഞു. അപ്പൊ കമാലി അടക്കമുള്ള മുഴുവൻ വിഷയങ്ങളും ഇതുപോലെ തന്നെ നടത്തിയ ഒരു ഞാനിൻ മേൽ കളിയാണ്. ഈ ബാങ്ക് മാനേജറോട് പോയിട്ട് സാവകാശം വാങ്ങിക്കുകയും അതിനൊരു ഒത്തുതീർപ്പ് ഫോർമുല നിർദ്ദേശിക്കുകയും ചെയ്യാൻ വേണ്ടി ഞാൻ ബാങ്കിൽ പോയി, ഞാനാണ് ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചത് ഈ മാന്യ വ്യക്തി പറഞ്ഞു. ഞാൻ അയാളെ പേര് പറഞ്ഞാൽ നാളെ ഇവര് അയാളെ മുനാഫിക്കാക്കും, അയാളെ മുർത്തതാക്കും, ചിലപ്പോൾ അയാളെ അതിന്റെ അപ്പുറമാകും. അതുകൊണ്ട് അയാൾ ജീവിച്ചു പോയിക്കോട്ടെ, അതുകൊണ്ട് എനിക്ക് പരാതിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കറപ്ഷൻ ഒരു വ്യാജം സ്ഥിരപ്പെടുത്താൻ 1000 വ്യാജം പുറകെ പറയാ. വ്യാജം കാപട്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരാളെ തെറിയിൽ പറഞ്ഞെന്ന് ആരും പച്ച നുണ ഇനി തട്ടിവിടണ്ട. ഇനി നാളെ ദിവസം എന്നോട് വിളിച്ചേക്കും. നമ്മളുമായിട്ട് ഇപ്പോ നല്ല അടുത്ത ബന്ധമുള്ള അല്ല ജിഷാൻ, ഇനി എന്തിനാ SKSFന്റെ റൂമിൽ പോയിട്ട് ഉസ്താദ് രാവിലെ ഞാൻ പുട്ടും ചിക്കൻ കറിയാണ് തിന്നത്. ഞാൻ അതിന്റെ ശേഷം വേറെ ഒരു കറിയും ചിക്കനും അല്ലെങ്കിൽ മട്ടനോ ബീഫും കഴിക്കാറില്ല. അതുകൊണ്ട് ഒരാൾ ഇറച്ചി ബീഫ് തന്നെ അള്ള ഹലാലാക്കി ഇറച്ചിന്നെ എനിക്ക് ചില പിന്നെ എന്താ പറയണ്ടേ, എനിക്ക് താല്പര്യമില്ലാത്ത ബീഫ് പോത്തിറച്ചി, പിന്നെ അള്ള ഹറാമാക്കി മനുഷ്യന്റെ ഇറച്ചി ഞാൻ തിന്നു. അതുകൊണ്ട് അതും നിങ്ങൾ പറയണ്ട. പിന്നെ ഈമാൻ, അതുകൊണ്ട് ഒരാളെയും മോശപ്പെടുത്തി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഒരാളെ പേരും മോശമാക്കേണ്ട ആവശ്യമില്ല. നമ്മളാരെയും ജബലമ്മ എന്നോ അല്ലെങ്കിൽ നമ്മളാരെയും നമ്മാമെന്നോ അല്ലെങ്കിൽ നമ്മളാരെയും ഫിത്നക്കാരെന്നോ ഒന്നും നമ്മൾ വിളിക്കാറില്ല. കാരണം ആഴകാലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഈ ഇപ്പോ ജബലമ്മ എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ നമ്മാമ എന്നൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ ആഴകാലത്ത് മുൻകാലത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളോട് നല്ലത് സംസാരിക്കണം. അതുകൊണ്ട് ജനങ്ങളോട് നല്ലത് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഒരു ചോദ്യം നിങ്ങൾ കുറിച്ചു വെച്ചോ. ഏതാനും കണ്ണൂർ വെച്ച് എന്റെ ബഹുമാന്യനായ പേരോട് ഉസ്താദ് സംസാരിച്ചു. മക്കയുടെയും മദീനയുടെയും ഫോട്ടോ അത് ഒറിജിനൽ എല്ലായിട്ടും കൂടി നമ്മൾ തൂക്കിയിടുന്നില്ലേ? ഉണ്ട്, എന്നൊന്നും തർക്കമില്ല. മക്കയുടെയും മദീനയുടെയും ഫോട്ടോ തൂക്കിയിട്ടിട്ട് ആരും ഒറിജിനൽ മക്ക എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആരാണ് പറ്റിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുമ്മോൾ ഉസ്താദാണ്, എനിക്കറിയില്ല കേട്ടോ. ആരോ പറഞ്ഞെടുത്ത് തലയണ ബന്ധത്തിൽ മുമ്പിൽ വീണത് തിരക്കിലേക്ക്. എന്റെ ഇത്ര അബദ്ധം പറയും. ജാലിയവാലയുടെ ഈ വ്യാജമൊഴി സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഈ ഒരു പറയാൻ പറ്റിയൊരു വാദമാണത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ ബഹുമാനപ്പെട്ട പിന്നെ ഹംസ ഉസ്താദാണെന്ന് ഞാൻ ഓർക്കുന്നു. ഏത് നബി സ്വല്ലല്ലാഹു തങ്ങളുടെ പിന്നെ 4 ചെരുപ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ്, ആ ചെരുപ്പിന്റെ രൂപം ഉണ്ടാക്കിയ ആ മാന്യ പണ്ഡിതൻ, ബഹുമാന്യനായ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹിയുടെ ചെരുപ്പുനാ, നബിതങ്ങൾ ചവിട്ടിയ ചെരുപ്പനാണോ പറഞ്ഞത്? ഒരിക്കലും അല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹബ്ബ്, ആ ഹബ്ബ് കൊണ്ട് തന്നെയാണ് അത് ഒഴിച്ചു വെച്ച വെള്ളം അതായ കാലത്ത് ശഅർ മുബാറക്ക് മുക്കിയ വെള്ളമാണെന്ന് വിശ്വസിച്ച കാലത്ത് ഈ പാവപ്പെട്ട ഞാൻ അതിന്റെ കുപ്പി പോലും ചുംബിച്ചിരുന്നത്. അതുകൊണ്ട് ഇവരാരും ചുംബിച്ചിരണോ? ഇവര് വെള്ളം തന്നെ കുടിക്കില്ല, ഇതിന്റെ കുപ്പി ചുംബിക്കൽ. ഇവര് വെള്ളം തന്നെ കുടിക്കലില്ല. അതുകൊണ്ട് കുപ്പി പിന്നെ പല ആളുകളും ഞാൻ ARCKP മൈക്കിൽ വന്ന ആ വിഷയം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. നിങ്ങൾ പ്ലേ ചെയ്യുന്ന പല ക്ലിപ്പുകളും പല ആളുകളും എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് എന്നെ എന്തിനാ കൊല്ല ചെയ്യുന്നത്? ഞാൻ ഇവിടുന്ന് മൈക്കിൽ സംസാരിക്കല്ലാതെ ഇവിടുന്ന് പ്ലേ ചെയ്യുന്ന ക്ലിപ്പുകളുമായി എനിക്ക് യാതൊരു എന്താ പറയണ്ടേ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല.
അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തികളെ പരാമർശിക്കുന്ന ക്ലിപ്പുകൾ ഈ മുടി വിഷയത്തിൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയ കാലത്ത് പുറത്തു വന്ന ജാഹിലിയ കാലഘട്ടത്തിൽ പുറത്തു വന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒന്നും പിതൃത്വം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്കാവൂല എന്ന് ഞാൻ പറയാണ്. അതുകൊണ്ട് ഒരാൾ എന്നോട് പറഞ്ഞു, എന്നെ പിന്നെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്റെ ക്ലിപ്പെങ്കിലും ഒഴിവാക്കൂടെയല്ല. ഞാൻ ഒരാളെ ക്ലിപ്പ് ഇട്ടിട്ടില്ല, ഒരാളെ ക്ലിപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള വേറെ വലിയൊരു നേതാവ് എന്നോട് പറയുന്നൊരു ക്ലിപ്പ് ഞാൻ ഇന്നൊന്ന് കേട്ടോക്കി. ആ പകരേന്നൊന്ന് പിടിച്ചു കെട്ടണം, ഒടുക്കത്തെ പ്രശ്നങ്ങളല്ലോ. പകര മുഹമ്മദ് അച്ഛനെ പറ്റി ആള് നല്ല തെക്കുള്ള മനുഷ്യനാണ്, എന്താ ചെയ്യാ. അത് മൂപ്പരിങ്ങനെ ഭക്തി കൂടി അവസാനം എന്നോട് മൂപ്പര് പറഞ്ഞോ, ഇതൊന്നും പുറത്തിറങ്ങാത്ത ക്ലിപ്പോട്ടോ, ഇതൊന്നും പുറത്തിറങ്ങാത്ത ക്ലിപ്പാ. പുറത്ത് ക്ലിപ്പുകൾ വരാത്ത ഒരുപാട് ക്ലിപ്പുകളുണ്ടല്ലോ. അതുകൊണ്ട് ഞാനായിട്ടൊരു ക്ലിപ്പ് ഞാൻ ഇപ്പോൾ നിലവിൽ പുറത്തിട്ടില്ല. കാരണം എല്ലാ ക്ലിപ്പ് തന്നെ ധാരാളമാണ് അല്ലേ. ഇല്ല, ഇപ്പൊ പുറത്തിറങ്ങിയ ക്ലിപ്പ് തന്നെ കേട്ടു തീർന്നിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയം ഓൺലൈനിലുള്ള ആളുകൾ പരമാവധി ചെയ്യേണ്ട വിഷയം, നാട്ടിൻ പുറത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഉമർ കാമിലിന്റെ വിഷയം അറിയില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ബഹുമാനീയനായ ബഷീർക്ക പറഞ്ഞ വിഷയങ്ങൾ അറിയില്ല. ഈ പറയുന്ന ഹസ്രജിയുടെ മുടിക്ക് പോലും ഈ പറയുന്ന ഉമർ കാമിൽ ശക്തമായി എതിരായിരുന്നുള്ള വിഷയം അതൊന്നും നാട്ടിലുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല. അത്തരം ആളുകളെ അറിയിക്കാൻ എല്ലാവരും ഷാഹിദുൽ ഗായിബ, എന്നിൽ നിന്ന് കേട്ടറിഞ്ഞ ആളുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണം എന്ന് പറഞ്ഞതുപോലെ ഇത് കേട്ട ആളുകള് എന്ത് ചെയ്യണോ, ഇത് അടുത്ത ആളുകൾക്ക് കൈമാറണം എന്നാണ് പറയാനുള്ളത്. പിന്നെ എനിക്കെതിരെ ഭയങ്കര വെല്ലുവിളി, ഒരുത്തന്റെ ഇമെയിൽ എനിക്കെതിരെ അത് പുറത്തുവിടും, എനിക്കെതിരെ ഇത് പുറത്തുവിടും, ഒക്കെ പുറത്തുവിടും. ഒരുത്തന്റെ മെയിലാണ്, ഞാൻ അവന്റെ പേര് പറയുന്നില്ല, പേര് പറയാൻ മാത്രമൊന്നും ഇല്ല, ആ ചങ്ങാതി ഇല്ല. പിന്നെ പുറത്തു വിടുന്ന സമയത്ത് ആധികാരികമായിട്ട് പുറത്തു വിടണം കേട്ടോ. ആധികാരികമായിട്ട് പേരൊക്കെ വെച്ച് പുറത്തു വിടും. ഞാൻ അങ്ങനാക്കി, ഞാൻ ഇങ്ങനാക്കി. ആൺകുട്ടിയാണെങ്കിൽ പേര് പറഞ്ഞ് പുറത്തുവിട്. എന്നാൽ ഞാൻ വെല്ലുവിളിക്കുന്ന ഈ രൂപത്തിൽ എനിക്കെതിരെ പച്ച നുണ വെച്ചിട്ട് ഇമെയിൽ അയച്ച വ്യക്തിയോട് ഞാൻ ചോദിക്കുന്നു, ആൺകുട്ടിയാണെങ്കിൽ ഒരൊറ്റ പേര് പുറത്തുവിടും. എന്തൊക്കെ ആക്കി മാറ്റാൻ ഈ ബാക്കിയുള്ളേ. നിങ്ങൾ ഞാൻ 4 കെട്ടിയെന്നും കൂടി പറ. 4 കുറെ ഒന്ന് കെട്ടാതിരുന്ന സമയത്ത് ഇവരാണ് കെട്ടുന്നിട്ട് ഗുൽമലാക്കി. ഇനിയിപ്പോ 4 കെട്ടിയെന്ന് ഇനിയിപ്പോ അത് താമസിക്കാതെ പുറത്തു വരും. എന്തൊക്കെ നിങ്ങൾ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പിന്നെ അതുകൂടി പറയാം. STVയിലുള്ള ഒരു മാന്യനായ സഖാഫി, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിലുള്ള ഇവരൊക്കെ ഫേസ്ബുക്കിൽ അദ്ദേഹം സഖാഫിയാണ്, STVയിലെ അഡ്മിനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അറബികൾക്കുള്ള എന്താ നോക്കി വായിക്കില്ല, ഞാൻ ആ വിഷയം പറയാം. അറബികൾക്കുള്ള ഗുണങ്ങൾ എന്താണ് ഗുണങ്ങൾ, ഇങ്ങനെ അറബികൾക്കുള്ള മലയാളികളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്ന സലാം ചെല്ലും, എന്താ പറയുക മാതാപിതാക്കളുള്ള സ്നേഹം, അതുപോലെ തന്നെ നല്ല സംസാരം, ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ അറബികൾക്കുള്ള ബഹുമാനങ്ങൾ ഒത്തിരിങ്ങനെ. അതിൽ STV തന്നെയുള്ള മറ്റൊരു സുഹൃത്ത് മുപ്പര് കമന്റ് അടിച്ചിരിക്കുക. അറബികളുടെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവർ ഇന്ന് തെറ്റിയാൽ നാളെ പരസ്പരം കണ്ടാൽ തെറ്റിയതൊക്കെ മറന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ സൗഹൃദം പങ്കിടും. നിങ്ങൾ മനസ്സിലാക്കണം. ഈ മാന്യനായ സഖാഫിക്ക് ഈദ് മുബാറക്കിന് ഞാനൊരു ഈദാശംസ അടിച്ചിട്ട് അതിന് പോലും മറുപടി അയക്കാൻ തോന്നാത്ത ചങ്ങാതിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അല്ലാഹു ചോദിക്കുന്നു, എന്തിനാടോ നിങ്ങളൊക്കെ ചെയ്യാത്തത് പറയുന്നു. ഈ ഭർത്താനൊക്കെ കേട്ടായിരിക്കും വലിയ എന്താ പറയണ്ട ഭരണിയിലിട്ട് പുഴിയേണ്ട ഭർത്താന ഒറ്റ ഒന്ന് ഉള്ളിലുണ്ടാവുക. അതില് എന്താ പറയണ്ടേ, എനിക്ക് ഈദ് മുബാറക്ക് അടിച്ച ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇനി പോലെ പേര് വെച്ച് നാളെ ഒരു പുറത്താക്കണ്ട, ഒരാളെന്നോട്ടെ. നമ്മളുമായിട്ട് ഇപ്പൊ സൗഹൃദം പങ്കിടുന്ന സൗഹൃദം ഇത് ഓല വിഷയം ഒരിക്കലും സംഗതി ഇത് മറ്റേതാണെന്നറിയാം. പക്ഷെ എന്നാലും നമ്മളെ കാന്തപുരസ്താദില്ലേ, നമ്മുടെ സംഘടനയല്ലേ പാവം എന്ന് പറയുന്ന കുറെ ആളുകൾ അതിൽ കഴിഞ്ഞുവിടുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞുകൂടിക്കോട്ടെ. ഓലിക്ക് എന്താ പറയണ്ടേ, ടിവിയിലെ അഡ്മിൻ എന്ന് പറഞ്ഞാൽ അത് കാബത്തിന്റെ താക്കോൽ സൂക്ഷിപ്പ് ഫാമിലിയുടെ ഒരു മഹത്വം പോലെയൊക്കെ കരുതുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ആളുകളൊന്നും നമ്മൾ വിഷയത്തിലേക്ക് വലിച്ചിറക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത് ആദ്യം സ്വന്തം കൽബൊന്ന് നന്നാക്കി,
സ്വന്തം കൽബ് നന്നാക്കിയിട്ട് മതി അറബികളെ പോരിച്ചൊക്കെ പറയുന്നത്. ആ അറബികളെ പോരിച്ച് പറയുന്ന ആൾക്ക് വല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും ചോദിക്കാനുള്ള ഒരു മനസാന്നിധ്യം, ആ ഒരു മനസ്സ് പോലും ഇല്ലാത്ത ആളുകൾ, എന്നിട്ട് പാറ്റ നുണകൾ എന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് കബലിപ്പിച്ചിട്ട് ഈ തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ചിട്ട് നടക്കുന്ന ആളുകൾ, അത്തരം ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ വഴിയെ പോകാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്, അതുപോലെ തന്നെ അംബിയാ മുർസലുകൾ, അതുപോലെ തന്നെ പ്രവാചകന്മാർ മാത്രമാണ് മഅസൂമീങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ആളുകളോടെ ഞാനിപ്പോ ഇപ്പറഞ്ഞ വായിൽ പറ്റുള്ളൂ കേട്ടോ. ഞാനിപ്പോ സംസാരിച്ചത് തീർത്തും പ്രവാചകന്മാര് മാത്രമേ മഅസൂമീങ്ങളായ ആളുകളുള്ളൂ എന്ന് പറയുന്ന ആളുകളോടാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഅസൂമായ ആളുകളൊക്കെ ഉണ്ട് എന്ന് ധരിച്ചിരിക്കുന്ന വിഡ്ഢികളോട് എനിക്കൊന്നും പറയാനില്ല. അവരോട് അനക്കൂന അവരോട് ജാഹിലീങ്ങളെ കൂട്ടത്തിൽ പെട്ട അത്തരം ആളുകളോട് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം പറയുന്നു. ഏതായാലും ഒരുപാട് നല്ല നല്ല വൈദുകൾ, നല്ല ഈ സാമ്പത്തികമായിട്ട് ഈ സഹായം കിട്ടുന്ന ഉറവിടം ഈ മുടി വിഷയത്തിൽ പിണങ്ങുമ്പോഴാണ് ഇവർക്ക് 2 മണിക്കൂറൊക്കെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വിളിച്ച് വയത് പറയാൻ തോന്നുന്നു. അതെ, ഖാലു സലാമ. പിന്നെ എന്റെ തുടക്കം നക്കൂന. അപ്പോ അത്തരം ആളുകൾക്ക് ഈ ഗൾഫിൽ നിന്ന് കിട്ടുന്ന ഈ പണമുണ്ടല്ലോ, ആ പണം മുടങ്ങുന്ന സമയത്താണ് അവർക്ക് ഈ വിഷയത്തിലുള്ള പ്രയാസം. അപ്പൊ പറയും, നിങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു, നിങ്ങൾ ഈമാൻ ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് 1 ഉറുപ്പിക ചെലവാക്കിയാൽ മതി. ഒരേ ജില്ലയിൽ, ഒരേ താലൂക്കില്, ഒരേ പ്രദേശത്തുള്ള ഒരു പ്രവർത്തകൻ ഈ വിഷയത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ മുടിക്കെതിരെ അദ്ദേഹം തിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ വിളിക്കാൻ ആളില്ല. കാരണം അദ്ദേഹത്തിന് നാട്ടിൽ പൈസ ഒന്നുമില്ല. അപ്പൊ ആളുകളുടെ ഈമാൻ രക്ഷപ്പെടുത്തലെന്നല്ല ഇവരുടെ ഉദ്ദേശം. ഇത് കിട്ടുന്ന സാമ്പത്തിക ഉറവിടം മുട്ടാൻ പാടില്ല. നമുക്കും വേണം കുറച്ച്, നമ്മളെയും വേണം കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ എന്ന് മാത്രം. എനിക്കതിൽ ഏറ്റവും ചിരി വന്നു പോയത് 3 മുടികൾ ഷെയർ മുബാറക്കിന്റെ പാത്രത്തിലേക്ക് വീണാലും അത് 3+1 4 ഷെയർ മുബാറക്കായി മാറും. എല്ലാം ഷെയർ മുബാറക്കായി മാറും. ഇനി ഏതായാലും നാട്ടിൽ ഇന്നലെ ആരോ ഇവിടുന്ന് സംസാരിക്കുന്ന കേട്ടു, നിസാഖത്തിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട് നാട്ടിൽ പോകുന്ന ആളുകൾ ഏതായാലും ഈ മുടിഭക്തന്മാര് നാട്ടിലുള്ള കാലത്തോളം ഇനിയിപ്പോ ഒരു തൽക്കാലം ഒരു കെട്ട് മുടി നിർത്തി വിറ്റാൽ അത് വാങ്ങിക്കാൻ ഇവര് തയ്യാറാവും. കാരണം അലാമാക്കയിലുണ്ടല്ലോ, അതുകൊണ്ട് പാടില്ല. സെനത് ചോദിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഖുസൂസിയത്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ് ഇവിടെ എത്തിയെന്നല്ലേ. ഇബ്നു തൈമിയ പോലും വഹാബികളുടെ നേതാവായ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന ഇബ്നു തൈമിയ പോലും ഔലിയാക്കന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് യഥേഷ്ടം കറാമത്തുകൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ ഫത്വാ ഇബ്നു തൈമിയയിലും അതുപോലെ തന്നെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിലൊക്കെ വ്യക്തമായി പഠിപ്പിച്ച ആശയങ്ങൾ ഇപ്പൊ ഒന്നും വേണ്ട. അപ്പൊ ഞാനൊരാളോട് ചോദിച്ചു, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പറയുന്ന ഖുസൂസിയത്ത് അതൊക്കെ ജീവിതകാലത്ത് മാത്രമേ നിലനിൽക്കൂ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമേ നിലനിൽക്കൂ ഉള്ളൂവെങ്കിൽ എന്താണ് വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമേ ഈ ഖുസൂസിയാത്തുകൾ നിലനിൽക്കുകയുള്ളൂ എങ്കിൽ എന്താണ് വരിക? വഫാത്തിന് ശേഷം ഈ പറയുന്ന വിഷയങ്ങളൊന്നും വരൂല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോ ഈ പറഞ്ഞ വിഷയങ്ങള് നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ഈ പറഞ്ഞ ശബ്ദം കേൾക്കുന്നില്ലേ നബിതങ്ങളുടെ ഖുസൂസിയാത്തുകൾ ഈ പറയുന്ന ഹബീബായ ലോകത്തിന്റെ നേതാവായ മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു സഖാഫി എന്താ പറയേണ്ട? സഖാഫിമാരൊക്കെ ഈ സഖാഫത്ത് ഇങ്ങനെയാണ് പറഞ്ഞു തീർക്കുന്നത്. ഇത് സങ്കടമാണ്. കാരണം ഇവർക്ക് എന്ത് പറ്റി? ഈ ഒരു വ്യാജമുടിയെ ന്യായീകരിക്കാൻ വേണ്ടി
ഇവര് പറഞ്ഞ് ഇപ്പൊ ഇവിടെ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ പറയുന്ന പ്രത്യേകതകൾ നിലനിൽക്കുകയില്ല. എന്താണ് സുഹൃത്തുക്കളെ? മഹാനായ അബൂ ജഅഫർ എന്ന് പറയുന്ന ഭരണാധികാരി, ആ അബൂ ജഅഫർ എന്ന് പറയുന്ന ഭരണാധികാരി ഈ പറയുന്ന മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് പോയി. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട് ഞാൻ നബി തങ്ങളിലേക്ക് മുമ്പിടണോ അതല്ല കഅബത്തിലേക്ക് മുമ്പിടണോ എന്നുള്ള സംബന്ധിച്ചുള്ള ചർച്ച വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന ആ മാലിക് ഇമാമിന്റെ വാചകമെങ്കിലും ഇവർ കണ്ടിരുന്നുവെങ്കിൽ ആശിച്ചു പോവുകയാണ്. വഇന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. എന്താ പറഞ്ഞത്? വഇന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള കാലഘട്ടം അത് തങ്ങളുടെ ജീവിത കാലഘട്ടം പോലെ പവിത്രമാണ്. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും തുറദു അലൈഹി അഅമാലുക്കും ഇദാ വജദ്തു ഖൈറൻ ഹനിത്തുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പഠിപ്പിച്ച സഹോദരന്മാരെ എന്താ പഠിപ്പിച്ചത്? ഇവർ പറഞ്ഞ പ്രകാരം എന്താ? വഫാത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും എപ്പോഴും അറിയില്ല. അപ്പൊ തുറദു അലൈഹി അഅമാലുക്കും എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇന്നൊരു മുഖാമുഖം നടത്തട്ടെ. ഏതായാലും നൗഷാദ് ഹസനി ഇല്ലല്ലോ, നൗഷാദ് ഹസനി അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി ബാക്കിയുള്ളൊരു മുഖാമുഖം നടത്തട്ടെ. മുജാഹിദുകൾ വന്ന് ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം? ഷെയ്ഖ് ജീലാനി മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങള് കേരളത്തിലുള്ള ഒരു സുന്നി വിളിക്കുന്നു, അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള ഒരു സുന്നി വിളിക്കുന്നു, അമേരിക്കയിലുള്ള ഒരു സുന്നി വിളിക്കുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങള് ഷെയ്ഖ് ജീലാനി തങ്ങൾ വിളിക്കുന്നു. അപ്പൊ വിളിക്കുന്ന സമയത്തോ ജീലാനി തങ്ങൾ നമ്മുടെ വിളി കേൾക്കുമോ എന്നുത്തരം ചോദ്യം ചോദിച്ച സമയത്ത് ഇത്രയും കാലം എന്താണ് സുഹൃത്തുക്കളെ സുന്നികളായ നമ്മൾ കൊടുത്ത മറുപടി? എന്താ കൊടുത്ത മറുപടി? കേൾക്കട്ടെ. അതായത് കേൾക്കുന്ന ആളുകൾ വെറുതെ കേട്ടാൻ പറ്റില്ലല്ലോ. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുന്ന നമ്മൾ ഇത്രയും കാലം പറഞ്ഞാൽ കേൾക്കൂലാണോ? കേൾക്കും അല്ലേ? കേൾക്കുമെന്ന് പറയുക മാത്രമാണോ? ആയത്തോതിയില്ലേ? മറന്നുപോയോ? ആയത്തോതിയിട്ടില്ലേ? സൂറത്ത് തൗബ സൂറത്തിന്റെ ആയത്തോതിയില്ലേ? ആ ആയത്ത് മാത്രമാണോ? ഇന്ന അമാലക്കും സൂറത്തു അലാ ഖരീബായിക്കും വഅശായിരിക്കും ഫീ ഖുബൂരിഹിം. അവരുടെ പ്രവർത്തനങ്ങൾ, കുടുംബക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോലും കബറിന്ന് കാണുമെന്ന് എഴുതി വെച്ചില്ലേ? ഇബ്നു കസീറിന്റെ തഫ്സീറല്ലേ? ഇതൊക്കെ പറഞ്ഞ ആളുകള് ഇപ്പോ എന്താ പറഞ്ഞത്? ഇപ്പം പറയാണ് ജാലിയവാല മുടിയുടെ കിട്ടിയപ്പോ വഫാത്തിന് ശേഷം. അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് കറാമത്തുകൾ മുഴുവൻ നിലനിൽക്കില്ലെങ്കിൽ പിന്നെ ഇവര് മുജാഹിദീങ്ങൾ ഒരു പറയുന്ന വാദം ഇവർ അംഗീകരിക്കേണ്ടി വരും. കാരണം കേൾക്കാത്ത മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് പിന്നെ ചോദിക്കേണ്ടി വരും. അതുപോലെ തന്നെ കേൾക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് എന്താ കാര്യം ചോദിക്കേണ്ടി വരും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മഹാനായ സഹാബി ബിലാൽ ബിൻ ഹാരിസുൽ മുസ്നി എന്ന് പറയുന്ന സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിനടുക്കൽ വന്നിട്ട് വിളിച്ചില്ലേ? ഇസ്തസ്ഖലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് വിളിച്ച് റസൂലുള്ളാഹിനോട് സഹായം തേടിയില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് വല്ലപ്പോഴും അങ്ങനെ സഹായം തേടിയ നബി തങ്ങൾ വല്ലപ്പോഴും കേൾക്കുന്ന എന്നാ അതൊക്കെ ഒന്ന് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു തആല അൻഹാ മഹാനായ നബി തങ്ങളുടെ വേർപ്പ് ശേഖരിച്ചു വെച്ചില്ലേ? ശേഖരിച്ചു വെച്ചിട്ടെന്താ? ഒരു ദിവസം അത് സുഗന്ധവും പിറ്റേ ദിവസം അത് സാധാരണ വേർപ്പുവാ? ഒരു ദിവസം മാത്രം സുഗന്ധവും ഒരു പിറ്റേ ദിവസം വേർപ്പുമാണോ? അതുകൊണ്ട് സഹോദരന്മാരെ, നബി തങ്ങളുടെ ഹയാത്ത് കാലത്ത് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ ആ പ്രത്യേകതകളൊക്കെ തങ്ങളുടെ വഫാത്തിന് ശേഷവും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞ വാചകം വഇന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. നബി തങ്ങളുടെ ജീവിതകാലം പോലെ തന്നെ പവിത്രമാണ് തങ്ങളുടെ വഫാത്തിന്റെ കാലഘട്ടവും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഈ വിഷയത്തിലുള്ള ചർച്ചകളും മറ്റുള്ള പരിപാടികളൊക്കെ നടക്കട്ടെ. അതുകൊണ്ട് എന്നെ കാണാതിരിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെയാ പറയുന്നത്? ഹൈദരലി തങ്ങൾ ഇപ്പം പരിപാടിക്ക് കാണുന്നില്ല എന്നിട്ട് വേറൊക്കെ സങ്കടം.
പാണക്കാട് ഹൈദരി ഈ ചെങ്ങായിമാരെ ഹൈദരലി തങ്ങളെന്ന് വിചാരിച്ച എല്ലാവരും ഹൈദരലി തങ്ങൾക്ക് ഈ ഓരോ സ്റ്റേജിൽ കയറിയിട്ട് ഇത് പ്രസംഗിക്കില്ല. ഹൈദരലി തങ്ങൾക്ക് എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് ഇത് പറയല്ല നിങ്ങൾ വിചാരിച്ച്. എന്നാ ചോദിക്കട്ടെ, എന്നെ ഉസ്താദ് വന്നില്ലല്ലോ കണ്ണൂർ പരിപാടിക്ക്, ഉള്ളാൾ നിങ്ങൾ വന്നില്ലല്ലോ, അപ്പോ എന്താ എന്റെ വ്യാഖ്യാനം? അത് ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കാൻ പാടില്ല. റിയാദിലെ ജയിലിൽ ചില ആളുകളൊക്കെ ജയിലിലായാൽ കറാമത്ത്, റിയാദിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ജയിലിൽ ചില ആളുകളൊക്കെ ജയിലിലായാൽ അത് കറാമത്ത്. അതുപോലെ തന്നെ UAE അബുദാബിയിൽ അവിടെ കമ്പ്യൂട്ടർപരമായ തകരാറ് കാരണം ജിഷാന്റെ കണ്ണ് പരിശോധിച്ചിട്ട് ജിഷാൻ തൽക്കാലം ജയിലിൽ 1-2 ദിവസം കിടക്കേണ്ടി വന്നാൽ അത് കുരുത്തക്കേട്. അവിടെ കുരുത്തക്കേട്, മറ്റിടത്ത് കറാമത്ത്. ഇനിയിപ്പോ എന്റെ മക്കളെ, ഞാനിങ്ങനെ ആരോടോ പറഞ്ഞു, സുബ്ഹാന ജല്ല ജലാലുഹു, അള്ളാഹു കാത്തു. കാരണം ഷാഫി ഇമാമ് തങ്ങള് ഇവരെ കാലത്തൊന്നും ജീവിക്കാത്ത നന്നായി. കാരണം ഇവര് പറയും കുരുത്തക്കേടാണ്. കാരണം എന്തേ, മഹാനായ 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, മഹാനവറുകളുടെ ഹക്കിജായ വർക്കത്ത് കൊണ്ട് മുഴുവൻ ആളുകളെയും നന്നാക്കി തീരുമാറാകട്ടെ. കാരണം 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടാക്കിയിട്ട് 10ാമത്തെ വയസ്സിൽ കിതാബുൽ മുവത്തയിലുള്ള 10,000 ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ട് ഇമാം മാലിക് തങ്ങളുടെ അടുക്കിലേക്ക് പോയിട്ട്, മാലിക് ഇമാമ് ഷാഫിഈ, നീ ഈ പറയുന്ന കിതാബ് നീ തുടങ്ങിക്കോ എന്ന് പറയുന്ന സമയത്ത്, ഉസ്താദേ ഈ കിതാബിലുള്ള 10,000 ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന് 10ാമത്തെ വയസ്സിൽ പറഞ്ഞ ഇമാമിനെ ഷാഫിഈ തങ്ങള്, ആ ഷാഫിഈ ഇമാമി അതാ വഫാത്തിന്റെ സമയത്ത് മുട്ടുപൊക്കളിനിടയിൽ 7ഓളം മാരക രോഗം കൊണ്ട് കട്ടിലിന് ദ്വാരം വെച്ചിട്ട് പ്രയാസം അനുഭവപ്പെട്ട മഹാനായ ഇമാം ഷാഫിഈ തങ്ങള്. അത് അള്ളാന്റെ തീരുമാനം അങ്ങനെയാ. ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഒരുപാട് കൂലി ദറജ ഏറ്റി കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാ. ഇവരാണ് എന്തോ പറയേ, കുറ്റക്കേട്. അത് കുറ്റക്കേട്. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല. ഞാൻ ജയിലിലായാൽ കുറ്റക്കേട്, വേറെ ആരെയും ജയിലിലായാലോ അത് കണ്ണിയത്ത് ഉസ്താദിന്റെ പൊരുത്തക്കേടാ. എനിക്ക് മനസ്സിലായില്ല എന്താണ്. എന്നിട്ട് എന്താ വർത്താനമാ. ഞാൻ ഒരാളി, നിങ്ങൾ ആരാരൊന്നും ചെയ്യണ്ട കേട്ടോ, പക്ഷെ ആളി പരാമർശിക്കാതെ തന്നെ ഞാൻ പറയാം ചില വിഷയങ്ങള്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, ജീവിതകാലം മുഴുക്കെ കല്യാണം പോലും കഴിക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി 40ഓ 47ഓ വയസ്സ് വരെ അതാ ഇത്രയും വലിയ ത്യാഗോജ്ജലമായ പോരാട്ടം കാഴ്ചവെച്ച മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ്, ആ നവവി ഇമാമിന്റെ ഒക്കെ പിന്നെ ബഹുമാനികർ എത്ര ആൾ പ്രസംഗിച്ചു? നവവി ഇമാം റഹിമഹുല്ലാഹ് തങ്ങളുടെ ബഹുമാനികർ എത്ര ആൾ പ്രസംഗിച്ചു? എന്നിട്ട് അതിനൊന്നും നേരെയില്ല. ഇപ്പം പ്രസംഗിക്കോ, ഇന്നാള് ടിക്കറ്റ് കൊടുത്തു, അന്ന് സ്വർഗത്തിൽ ടിക്കറ്റ് ഇന്നാൾ കൊടുത്തു, വേറെ ആൾ പോയിട്ട് ടിക്കറ്റ് വാങ്ങി, മറ്റേ ആൾ പോയിട്ട് ടിക്കറ്റ് മുറിച്ചു. നാണുണ്ട് പറഞ്ഞ. കാരണോ മഹാനായ ഇമാം ഷാഫിഈ തങ്ങള് വഫാത്തുമായി കിടക്കുന്ന സമയത്ത് അതാ പ്രിയപ്പെട്ട ശിഷ്യനായ ഇമാം മുസ്നി റഹിമഹുല്ലാഹ് വന്ന് ചോദിക്കുന്നു, കൈഫ അസ്ബഹത യാ ശൈഖി, എന്തൊക്കെയുണ്ട് ശൈഖേ എന്ന വിശേഷം. പ്രിയപ്പെട്ട ഉസ്താദായ ഇമാം ഷാഫിഈ തങ്ങളോട് വന്നിട്ട് അതാ ചോദിക്കുന്ന സമയത്ത് കണ്ണ് നിറച്ചിട്ട് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ കൊടുത്ത മറുപടി എന്താ? മുഅ്മിനേ, അസ്ബഹത മിനദ് ദുനിയാ റാഹിലാ വലിഖ്വാനി മുഫാരിഖാ വലിസൂഇ അഅമാലി മുലാഖിയാ ലാ അദ്രി ഹൽ തസീറു റൂഹി ഇലൽ ജന്നത്തി അം ഇലൻ നാർ. ഉസ്നി ഇമാമിനോട് പറയാ, ഞാൻ ദുനിയാവിലുള്ള എന്റെ സുഹൃത്തുക്കളൊക്കെ വിട്ടു പോവാൻ പോവാ, എന്റെ റൂഹ് അതാ ജന്നാത്തുൻ നഈമിലാണോ അതല്ലെങ്കിൽ നരകത്തിലേക്കാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്കത് ആകെ ബേജാറാകുന്നു എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞെങ്കിൽ സഹോദരാ, ഉമറും ഫിൽ ജന്ന എന്ന് പഠിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മഹാനായ എന്റെ ശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരിക്കും. അതുപോലെ തന്നെ ഉമർ ഒരു വഴിയിലൂടെ വരുന്ന ആ വഴിയുടെ എതിർവശത്ത് പോലെ ആ വഴിയിലൂടെ ഒരു ശൈത്താൻ, ഒരു പിശാച് പോലും വരില്ല എന്ന് പഠിപ്പിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ വഫാത്തിന്റെ സമയത്ത് പോലും ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചിട്ട് എന്റെ ആഖിറത്തിൽ എന്റെ സ്ഥിതി എന്താകുമെന്ന് പേടിച്ച് വിറച്ച മഹാന്മാരായിരുന്നുവെങ്കിൽ ഇവിടെ കുറച്ച് ആളുകള് കറാമത്തിന്റെ സ്റ്റോറി
ഡസൻ കണക്കിന് ഇറക്കിയിട്ടില്ലേ. ഞാന് പേര് പറഞ്ഞിട്ട് ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാം, ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാം. അതുകൊണ്ട് ആരും ഷാഫി ഇമാമിന്റെ മേലൊന്നും ആരും ആക്കണ്ട കേട്ടോ, നബി ഇമാമിന്റെ മേലൊന്നും ആരും ആക്കണ്ട. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളൊന്നും മേലെയൊന്നും ആരും ആയിട്ടില്ല, ആവുകയില്ല. ഇവിടെ ചില ആളുകൾക്ക് മാത്രമേ കിതാബിലുള്ളൂ. എന്നിട്ട് ചോദ്യം, പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ലേ? ആരുടെ പണ്ഡിതന്മാർ? ഞാൻ ചോദിക്കട്ടെ, സുന്നി പണ്ഡിതന്മാർ വേറെ ആരുമില്ലേ കേരളത്തിൽ? കേരളത്തിൽ വേറെ സുന്നി പണ്ഡിതന്മാരില്ലേ? വേറെ സംഘന്മാരില്ലേ? എന്താ ഈ വേർതിരിവ്? എന്തെങ്കിലും ഒരു ദലീൽ ചോദിക്കുന്ന സമയത്ത് പണ്ഡിതന്മാരില്ലേ? വർത്താനം കേട്ടാൽ വിചാരിക്കൂ 150 കോടികൾ മനസ്സിലാക്കണം. 150 കോടി മുസ്ലിമീങ്ങൾ ലോകത്ത്. ഒരു ഏകദേശം പറഞ്ഞു, ഇന്നാണ് സെനത് ചോദിക്കണ്ട. 150 കോടി മുസ്ലിമീങ്ങൾ. ഈ 150 കോടി മുസ്ലിമീങ്ങളിൽ കേരളത്തിലുള്ളത് 85 ലക്ഷം. ഈ 85 ലക്ഷം ജനങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം, 85 ലക്ഷത്തിൽ കേരളത്തിൽ തന്നെ എത്രയുണ്ട്? സുന്നി 4 എന്ന് പറഞ്ഞാൽ സുന്നി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഒന്നാണെങ്കിലും അത് സംഘടനയാണ്. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, ഖാദിയാനി എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. എല്ലാ സാധനവും. എന്നിട്ട് ഈ പറയുന്നതിലുള്ള ഒരു ചെറിയ വിഭാഗം എന്നിട്ട് പറയാം ലോകത്ത് ആരും പറ്റൂല. ഉമർ ഖാവിന് നേരെ പരിശോധിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് എന്തറിയാം? ഉമർ ഖാവിന് നേരെ പരിശോധനയ്ക്ക് ചോദിച്ചാൽ ഉമർ ഖാവിന് നേരെ പരിശോധിച്ചാൽ മൂപ്പർക്ക് എന്ത് കിതാബ് അറിയാം? അല്ല, അഹമ്മദ് ഖസ്റജിനെ ഇത് കത്തിച്ചിട്ടുണ്ടല്ലോ. അഹമ്മദ് ഖസ്റജി പറയുന്നത് ദീൻ തെളിവാണോ? അല്ല, നിങ്ങള് ഷെയ്ഖ് ജാലിയവാല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കത്തൂല, മേലില്ല. ഈ ജാലിയവാലിന്റെ പേരിപ്പോ ഞാൻ എന്നോട് സുഹൃത്തായ അസീസ് ബി ഷാഹിദിന്റെ ഒന്ന് മൈക്കിൽ വരണം കേട്ടോ. അസീസ് നിങ്ങൾ എടുക്കുന്ന മൈക്കിൽ വരണം, അല്ലെങ്കിൽ നിങ്ങൾ മുടിയിലേക്ക് പോയിന്ന് പിന്നെയും പറയും. നിങ്ങൾ എടുക്കുന്ന വന്നിട്ട് അസീസ് ബി ഷാഹിദ് 2 മിനിറ്റ് പറഞ്ഞാൽ മതി. കാരണം ഇപ്പൊ അൽഹംദുലില്ലാഹ് ഞാനിപ്പോ ബോംബെ പോയിട്ട് ആകെ ഉണ്ടായ കാര്യമായ നേട്ടം എന്ന് പറഞ്ഞാല് ഷെയ്ഖും കുതുബും വലിയും മുറബ്ബിയായ ഷെയ്ഖായ ജാലിയവാല റഹിമഹുല്ലാ എന്ന് പറഞ്ഞ ആളുകള് ഇപ്പൊ പറയുന്നു എനിക്ക് കിട്ടിയ അതേ കേന്ദ്രത്തിൽ തന്നെ എനിക്ക് കിട്ടിയ അതേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് മറുഭാഗത്തിന് കിട്ടിയ നഗരം. ആ പേര് പോയി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാണ്ടാക്കിയില്ല മക്കളെ. പോയി എന്റെ പൈസ എത്രയാ? അന്ന് 14,000 റുപ്യ പിന്നെ ഫ്ലൈറ്റിന് കൊടുത്തത്. റിട്ടേൺ 14,000 റുപ്യന്റെ ടിക്കറ്റ് മുതലായി. ബാക്കിയൊക്കെ കേട്ടെ, ഏതായാലും അതെങ്കിലും മുതലായത്. അതുകൊണ്ട് അതെങ്കിലും നിങ്ങളെ കൊണ്ടൊന്നും മാറ്റി പറയിപ്പിച്ചില്ലേ? എന്താ മർഹര ഷെരീഫിലുള്ള സൂഫിയും വലിയും ഷെയ്ഖും കുത്തുബും ഇനി ആരാ ബാക്കിയുണ്ടാവും? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഓർമ്മ തരാം. ഒക്ടോബർ 20 ഞാൻ പറഞ്ഞിരുന്നു, നവംബർ, നിങ്ങൾക്ക് ഓർമ്മയുള്ള ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും, നവംബർ 20 ജാലിയവാലയുടെ കയ്യിലുള്ള മുടികൾ എണ്ണി തീർക്കാൻ ആളുണ്ടോ? പിറ്റേന്ന് എന്നോട് ഫേസ്ബുക്കിൽ ആരോ പറഞ്ഞു 15 നേതാക്കന്മാർ പോയിട്ടുണ്ട് ജാലിയവാലയുടെ മുടിയെന്നാണ്. 15ഓളം നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് ജാലിയവാലയുടെ മുടി എണ്ണിത്തരാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നവംബർ 3, ഇന്ന് നവംബർ 3 10 11 ഇന്ന് 11. നിങ്ങൾ എണ്ണി തീർന്നോ? ഏകദേശം എന്ന് പറഞ്ഞു 23 ഏതായാലും 21 ദിവസമല്ലോ ഞാൻ പറഞ്ഞിട്ട്. 21 ദിവസമായല്ലോ എണ്ണീറ്റെന്ന് പറഞ്ഞു എത്ര മുടിയില്ല എന്നുള്ളത്. മക്കളെ കഴിയൂല. നിങ്ങളെ കൂട്ടത്തിൽ ഒരൊറ്റ ആൺകുട്ടിക്ക് എനിക്ക് സാധ്യമല്ല. അതുള്ള ആൺകുട്ടികൾ എന്റെവാ. എന്തെങ്കിലും വിചാരിച്ചത്? നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് കൈ കണക്കില്ലേ? എന്തേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ആ ശഅർ മുബാറക്കിൽ ഒന്നെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഈ ലോകവും ലോകത്തിലുള്ളത് മുഴുവനും നേടുന്നതിനേക്കാൾ ഖൈറാണെന്ന് പഠിപ്പിച്ച സഹാബത്തുൽ കിറാം, അവർക്കൊക്കെ കയ്യും കണക്കുണ്ടായിരുന്നു ഇല്ലേ? 34, 35 എല്ലാം കൂടി 43 വരെ പറഞ്ഞ് ശഅർ മുബാറക്കിന്റെ എണ്ണം പറഞ്ഞില്ലേ? എന്റെ ലോകത്ത് ഇങ്ങനെ കെട്ടുകണക്കിന് മുടികൾ ഉണ്ടായിട്ട് വല്ലവരും, ഞാൻ ചോദിക്കട്ടെ, വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? ലോകത്തെ ഏതെങ്കിലും പണ്ഡിതൻ, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലയുടെ കയ്യിൽ ഈ പറയുന്ന 10,000 ശഅർ മുബാറക്കിന്റെ ഖാദിമാണ് അദ്ദേഹമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു കിതാബ്